പ്രപഞ്ചത്തെ നമ്മളിന്ന് കാണുന്ന അവസ്ഥയിൽ സയൻസിലൂടെ മനസ്സിലാക്കിയ അറിവുകളുടെ ഒരു വെളിച്ചത്തിൽ നോക്കുമ്പോൾ പേഴ്സണലി ഞാൻ കാണുന്നത് അവിടെ ഒരു ഡിസൈനറിന് സ്കോപ്പില്ല. കാരണം ഒരു ഡിസൈനർ ഇല്ലാതിരുന്നാൽ ഒരു പ്രപഞ്ചം എങ്ങനെ കിടക്കുമോ അങ്ങനെ കിടക്കുന്നതായിട്ടാണ് അത് കാണപ്പെടുന്നത്. നോൺ ലൈഫ് പെർമിറ്റിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഫോം ആകുന്ന കുറച്ചുകൂടെ ലോജിക്കലി എളുപ്പം. അപ്പം ഞാൻ ഏത്തീസവും തീസവും നോക്കുവാണെങ്കിൽ ഒരു ഏത്തീസ്റ്റിക് പിക്ചറിൽ ശരിക്കും പറഞ്ഞാൽ ജീവൻ തന്നെ ഉണ്ടാകരുത്. ബിക്കോസ് ദാറ്റ്സ് മോർ പ്രൊബബിൾ. നമ്മളൊരു നീഡാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചിപ്പോൾ സാർ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം, അതായത് ദൈവം ഉണ്ട് എന്ന് സാറും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യു വുഡ് വാണ്ട്. ബട്ട് അത് തിരിച്ചും ഒരു തീസ്റ്റ് എന്ന നിലയിൽ എനിക്ക് തിരിച്ചു പറയാം ദൈവം ഇല്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം എന്താ, ഇതൊരു ഒരു എന്താ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഫ്രോം എന്താ പറയുന്ന ഒരു നമ്മളതിനെ ഫ്രെയിം ചെയ്യുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനൊരു ക്ലിയർ ലോജിക്കില്ല. ഇപ്പം എനിക്ക് പറയാം ദൈവം ഇല്ലായിരുന്നെങ്കിൽ ലൈഫ് വുഡ് ബി മോർ ഈസിയർ. കാരണം ഐ കുഡ് ഒരു ഹെവൻ ഹെൽ കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. Basically, there are regularities in the universe. We are damn sure that there are regularities in the universe. But same argument ആണ് ഞാൻ പിന്നെയും പറയുന്നത്. കാരണം അതൊരാൾ ക്രിയേറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ഏജന്റ് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് നമുക്ക് ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. അത് ആണ് എന്നും അല്ല എന്നും വാദിക്കും. രണ്ടുപേരുടെയും കയ്യിലുള്ള തെളിവ് സെയിം ആണെന്നാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല സബ്ജക്ട്സിനെ കുറിച്ച് യൂഷ്വലി ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റലിജൻറ്റ് ഡിസൈനെ കുറിച്ചാണ്. ഒരുപക്ഷെ കാലാകാലങ്ങളായിട്ട് പല ചർച്ചകളും നമ്മൾ കേട്ടിട്ടുണ്ട്, പല കാഴ്ചപ്പാടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡിസ്കഷൻ ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന ഒരു ടോപ്പിക്കിൻ്റെ മണ്ടയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് സയൻറ്റിഫിക് പോസിബിലിറ്റീസ്, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് രണ്ട് ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് നമുക്കതിനെ കാണാൻ ശ്രമിക്കാം. അതിനായിട്ട് ഞങ്ങളുടെ കൂടെ ഇന്നുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ആദ്യമായിട്ട് നമ്മുടെ കൂടെ ഉള്ളതെന്ന് ഡോക്ടർ വൈശാഖൻ തമ്പി. സർ, വെൽക്കം ടു ദി ഷോ. അദ്ദേഹത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ എത്തിസ്റ്റ് കമ്മ്യൂണിറ്റികളിൽ തന്നെ ഏറ്റവും വളരെ മനോഹരമായിട്ട് വളരെ സയൻറ്റിഫിക് പ്രഭാഷണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ വളരെ വൈറലാണ്. ഒത്തിരി ആൾക്കാരെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അതോടൊപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് ആശിഷ് ഒരു യങ് എപ്പോളജിസ്റ്റാണ്. ഹീ ഈസ് ഓൾസോ എ ഫിസിക്സ് ടീച്ചർ. മാത്രമല്ല ക്ലബ് ഹൗസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിബേറ്റ് ഫോറത്തിലൊക്കെ സയൻറ്റിഫിക് ആർഗ്യുമെൻറ്റിൽ കൂടെ തൻ്റെ തിയസ്റ്റിക് വേ ഓഫ് നോളജ് അല്ലെങ്കിൽ ഹൗ ദ തിയസ്റ്റിക് നോളജ് വർക്ക് ഓൺ സയൻസ്, ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് രണ്ടുപേരും നമ്മുടെ കൂടെ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിസ്കഷൻ കൂടുതൽ നമ്മൾ പോകുന്നത് രണ്ടുപേരുടെയും കാഴ്ചപ്പാടിൽ ഒരു തിയസ്റ്റിക് വ്യൂവിൽ എങ്ങനെയാണ് ഇൻ്റലിജൻറ്റ് ഡിസൈൻ വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഒരു നോൺ തിയസ്റ്റിക് വ്യൂ അല്ലെങ്കിൽ എത്തിസ്റ്റ് വ്യൂവിൽ എങ്ങനെയാണ് ഇൻ്റലിജൻറ്റ് ഡിസൈൻ വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്കിൻ്റെ മണ്ടയിലേക്ക് നമ്മുടെ ഡിസ്കഷൻ. സോ ആശിഷ്, വെൽക്കം ടു ദ ഷോ. സോ ജസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ഷോ, ഞങ്ങൾക്കൊരു ടോക്കൺ ഓഫ് ഗിഫ്റ്റ് ഡോക്ടർ വൈശാഖൻ തമ്പിക്ക് നൽകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഐ ആസ്ക് ആശിഷ് ടു ഷെയർ ദിസ് piece of gift. Sir, thank you for coming. ഇത് ഞങ്ങളുടെ ഒരു ബുക്കാണ്. സോ ഇറ്റ്സ് അബൌട്ട് ഒരു എത്തിസം തീസം ഫെയ്റ്റ് ഡയലോഗാണ്. സോ വായിക്കുക. താങ്ക് യു. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്ടർ വൈശാഖൻ തമ്പിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: യൂണിവേഴ്സ് ഈസ് പോയിൻറ്റിംഗ് ടു എ ഡിസൈനർ. പോയിൻറ്റിംഗ് ടു എ ഡിസൈനർ. എൻ്റെ ചോദ്യം താങ്കളുടെ കാഴ്ചപ്പാടിൽ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഇറ്റ്? നമ്മൾ പൊതുവിൽ ഈ ഡിസൈനർ എന്ന് പറയുന്ന വാക്ക് ആദ്യം നമ്മളൊന്ന് ഡിസെക്ട് ചെയ്താൽ, ഡിസൈനർ ചെയ്യുന്നത് ഒരു എന്തിനെങ്കിലും ഒരാൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പല പാർട്സ് ഡെലിബറേറ്റ്ലി എവിടെ വരണം, ഇത് തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കണം, ഇങ്ങനെ ഒരു മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു സംഗതി ഉണ്ടാക്കുമ്പോഴാണ് നമ്മളതിനെ ഡിസൈൻ. അതൊരു ടാഞ്ചിബിൾ ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ വരുന്നൊരു റിസർച്ച് ഡിസൈൻ എന്നോ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അവിടെ എല്ലാം ഒരു പരസ്പരം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പ്ലേസ് ചെയ്ത ഒരു സംഗതി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ നമ്മളിന്ന് കാണുന്ന അവസ്ഥയിൽ സയൻസിലൂടെ മനസ്സിലാക്കിയ അറിവുകളുടെ ഒരു വെളിച്ചത്തിൽ നോക്കുമ്പോൾ പേഴ്സണലി ഞാൻ കാണുന്നത് അവിടെ ഒരു ഡിസൈനറിന് സ്കോപ്പില്ല. കാരണം ഒരു ഡിസൈനർ ഇല്ലാതിരുന്നാൽ ഒരു പ്രപഞ്ചം എങ്ങനെ കിടക്കുമോ അങ്ങനെ കിടക്കുന്നതായിട്ടാണ് അത് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് the current state of the universe points to an intelligent designer
ബിഹൈൻഡ് ഇറ്റ്. അതാണ് എൻ്റെ അതിനകത്തുള്ള ടേക്ക്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്കൊരു ബുദ്ധിശക്തി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് എല്ലാ ജീവികൾക്കും ഏറെയും കുറഞ്ഞുള്ളതാണ് ബുദ്ധിയും നോളജും. പക്ഷെ നമ്മളുടേത് കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള ഒരു ബ്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സങ്കീർണമായിട്ടുള്ള ആശയങ്ങളും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയകളും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ഈ പറഞ്ഞ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിബേറ്റ് വേറെ ഒരു ജീവിയും ചെയ്യില്ലല്ലോ, മനുഷ്യർ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മനുഷ്യരെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസിലൊന്ന് ഈ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റിയാണ്. അപ്പോൾ അതിൽ കുറേ കോഗ്നിറ്റീവ് എബിലിറ്റീസ് നമ്മളെ ഇന്നത്തെ രീതിയിലേക്ക് വരുത്തുന്നതിന് സഹായിച്ചു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പാറ്റേൺ സീക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അടിസ്ഥാന ബിഹേവിയറാണ്. നമുക്ക് ഇപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നും, ഇപ്പോൾ ഫുട് പ്രിൻസിൽ നിന്നും ഒരു അനിമലിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ മഴ വരുന്നത് എന്ത് പാറ്റേണിലാണ് മഴ വരാൻ സാധ്യതയുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥയിലായാലും മറ്റ് നമ്മളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന ഫുഡ് റിസോഴ്സസിൻ്റെ ലഭ്യത, അങ്ങനെയുള്ള കാര്യങ്ങളിലായാലും, അല്ലെങ്കിൽ നമുക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രഡേറ്റേഴ്സ്, ഒരു ഇരപിടിയന്മാരുടെ വരവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രകൃതിയിൽ കാണുന്ന പാറ്റേണുകളെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു സ്കിൽ. അതുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയും നന്നായിട്ടൊരു സർവൈവലും ഇതുപോലെ പ്രപഞ്ചത്തിന് മുകളിൽ, നമ്മുടെ ചുറ്റുപാടുകൾക്ക് മുകളിൽ മറ്റു മൃഗങ്ങൾക്കില്ലാത്ത കൺട്രോൾ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത് തീയെ മനുഷ്യൻ കൺട്രോൾ ചെയ്ത് തുടങ്ങി. മറ്റു ജീവികൾക്ക് പേടിയാണ് തീ. മനുഷ്യന് വേണമെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് തീ കത്തിക്കാനും അത് അണയ്ക്കാനുമുള്ള കൺട്രോൾ അതിന് മുകളിലുള്ളത് കൊണ്ട് നമ്മുടെ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഈവൻ്റായിട്ടാണ് നമ്മൾ മനുഷ്യൻ തീ മരിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കൺട്രോൾ ചുറ്റുപാടുകൾക്ക് മുകളിൽ മനുഷ്യന് വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ പാറ്റേൺ മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു ബേസിക് ടെൻഡൻസിയാണ് പാറ്റേൺ കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പാറ്റേൺ നമ്മൾ ഏജൻറ്റ് സീക്കിങ് എന്ന് പറയുന്നതാണ്. സംതിങ് ഹാസ് ഡൺ ഇറ്റ്. നമ്മുടെ ഉള്ളിൽ തന്നെ ബേസിക്കലി നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വല്ല ഫർണിച്ചറിലൊക്കെ അവർ ഇടിക്കുകയോ അവർക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ അവർ കരയുമ്പോൾ നമ്മൾ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മൾ ആ മേശയ്ക്ക് ഒരു അടി കൊടുത്തിട്ട് പറയാമോ എൻ്റെ കുഞ്ഞിനെ നീ വേദനിപ്പിച്ചോ, അപ്പോൾ കുഞ്ഞിനൊരു സന്തോഷം തോന്നും, എന്തോ സംതിങ് ഹാസ് ബീൻ ഡൺ. അപ്പം ഇതൊരു നമ്മുടെ ഉള്ളിലുള്ളൊരു ടെൻഡൻസിയാണ്. ആ മേശയിലുള്ള ഒരു ഏജൻറ്റ് ആ കുട്ടിയെ ഉപദ്രവിച്ചതാണ്, അപ്പോൾ ആ ഏജൻറ്റിനെ നമ്മൾ ശിക്ഷിച്ചു, അപ്പോൾ കുട്ടിക്ക് ഒരു ആശ്വാസം. അപ്പോൾ നമ്മുടെ ബേസിക്കലി ആ കുഞ്ഞു ബ്രെയിൻ മുതൽ തന്നെ ആ ഒരു ടെൻഡൻസി ഉണ്ട് ഏജൻറ്റിന് പിന്നിലും. അപ്പോൾ നമ്മുടെ ഒരു തോട്ട് പാറ്റേണിൽ ബേസിക്കലി ചുറ്റുമുള്ള കാര്യങ്ങൾ ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതൊരു സ്കിൽ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സ്കില്ല് നമ്മൾ ആ പാറ്റേൺ ഇല്ലാത്തടത്തും കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പം ഒരു പാറ കാണുമ്പോൾ നമുക്കൊരു മുയലിൻ്റെ രൂപം പോലെ തോന്നിയേക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു മുയലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അരണ്ട വെളിച്ചമുള്ള സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു കയറ് കിടക്കുന്നുണ്ട്, പെട്ടെന്ന് നമ്മൾ പാമ്പാണോ എന്ന് സംശയിക്കുന്നു. അതിനൊരു ഗുണമുണ്ട്, കാരണം അത് പാമ്പാണെങ്കിൽ അപകടമാണ്, അത് പാമ്പല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പേടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല താനും. പക്ഷേ സേഫ്റ്റി കൂടുതൽ വരുന്നത് പേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഇവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് മനുഷ്യന് ഈ പാറ്റേൺ ഇല്ലെങ്കിൽ പോലും കുറച്ച് പാറ്റേൺ കണ്ടാലും കുഴപ്പമില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് നമ്മുടെ തോട്ട് പ്രോസസ് പൊതുവെ ബ്രെയിൻ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പിന്നിൽ ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ട് എന്ന തോന്നൽ, അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു ജസ്റ്റിഫിക്കേഷനായിട്ട് ഞാൻ കാണുന്നത് മനുഷ്യന് ബേസിക്കലി ഇത്തരം ഏജൻസിനെ കണ്ടെത്താനും പാറ്റേണുകൾ കണ്ടെത്തി അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളെ അങ്ങനെ അതിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെ ഒരാളെ ആരോപിക്കുക, അങ്ങനെ ഒരു ഏജന്റിനെ ആരോപിക്കുക എന്ന് പറഞ്ഞൊരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് ഈ നമുക്ക് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വളരെ വൈഡായിട്ട് നിൽക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഡോഗ്മകളും ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളും അതിൻ്റെ പേരിലുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാട്. അപ്പം ഇതിൻ്റെ സയൻറ്റിഫിക് പോസിബിലിറ്റീസിലേക്ക് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ പറഞ്ഞ അതിൻ്റെ ഓവർവ്യൂ എന്ന രീതിയിൽ ഈ ഇത്രയും കമ്പലിംഗ് ആയിട്ടുള്ള എവിഡൻസുകൾ ഉള്ളപ്പോൾ പോലും ഈ ഇൻ്റലിജൻ്റ് എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു ദൈവാസ്തിത്വമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഏജൻറ്റിനെ ആളുകൾ പ്ലേസ് ചെയ്യുന്നതിന് പിന്നിൽ നമുക്ക് മനുഷ്യൻ എന്ന നിലയിൽ നമുക്കുള്ള ഇങ്ങനെ ചില ടെൻഡൻസികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എനിക്ക് ആശിഷിൻ്റെ അടുത്തും. സോ ഒരു തിയസ്റ്റിക് കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ താങ്കൾ എങ്ങനെയായിരിക്കും ഇതിനെ ശാസ്ത്രത്തിൻ്റെ കണ്ണുകളിൽ കൂടെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്? അതെ, സോ സയൻറ്റിഫിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ഹാസ് നോ റിലീജിയൻ, എത്തിസം ഓർ തീസം. അതെനിക്ക് തോന്നുന്നു സാറും ഐ മീൻ യു വിൽ ഓൾസോ ടേക്ക് ദാറ്റ് പോയിന്റ്. പക്ഷേ ഞാൻ കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ലൈഫിലേക്ക് സാറ് വന്നു, ബട്ട് ഈവൻ ഇഫ് ലൈഫിനെ നമ്മൾ ഒരു മൊമെൻറ്റിലേക്ക് മാറ്റി നിർത്തിയാൽ തന്നെ യൂണിവേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻ്റലിജൻസ് അതിൻ്റെ പുറകിലുണ്ട് എന്ന് സയൻറ്റിഫിക്കലി തന്നെ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതൊരു
സയൻറ്റിഫിക് പ്രൂഫ് ഫോർ എ ഡിസൈനർ എന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം സയൻസിൻ്റെ റോള് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത് അല്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ രേഖപ്പെടുത്താം. ഈ ഇനീഷ്യൽ 20th century ടേണിലൊക്കെ മറ്റീരിയലിസം റെയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന്, സയൻസിൻ്റെയൊക്കെ ഒരു പീക്ക് ടൈമിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേന്, അന്ന് അവിടുത്തെ ഫിലോസഫേഴ്സ് ഓഫ് സയൻസും സയൻറ്റിസ്റ്റ് ആയാലും എല്ലാവരും ഒരു മെക്കാനിക്കൽ യൂണിവേഴ്സിനെയാണ് പിക്ചറൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് യൂണിവേഴ്സ് ഇങ്ങനെ തന്നെ ഫംഗ്ഷൻ ചെയ്തുള്ളൂ, അപ്പോൾ എല്ലാത്തിനും ഒരു അങ്ങനെ ഒരു കോസൽ റിലേഷൻഷിപ്പ്, അതിൻ്റെയും ഒരു റിലീജിയസ് ആയിട്ടുള്ള ആംഗിൾ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഒരു 1970s 80s ഒക്കെ വന്നപ്പോൾ, എസ്പെഷ്യലി ഒരു 50 years ആയിട്ടുള്ള കോസ്മോളജി ആസ് എ സയൻസ് ഇത്രയും സ്പെക്കുലേറ്റീവ് അല്ലാത്ത രീതിയിൽ കുറച്ചുകൂടെ എന്താ പറയുന്നത് ഫൗണ്ടേഷണലായിട്ട് ഒരു റോൾ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ യൂണിവേഴ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സ്പെഷ്യലി ഒരു കോസ്മോളജിക്കൽ ആംഗിളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ യൂണിവേഴ്സ് ഇങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദർ ഇസ് നോ നെസസിറ്റി ദറ്റ് യൂണിവേഴ്സ് ബി ലൈക്ക് ദിസ്. കാരണം യൂണിവേഴ്സിനെ എങ്ങനൊരു ഫോം വേണമെങ്കിലും സ്വീകരിക്കാം. നോൺ ലൈഫ് പെർമിറ്റിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഫോം ആകുന്ന കുറച്ചുകൂടെ ലോജിക്കലി എളുപ്പം. അപ്പോൾ ഞാൻ ഏത്തീസവും തീസവും നോക്കുവാണെങ്കിൽ, ഒരു ഏത്തീസ്റ്റിക് പിക്ചറിൽ ശരിക്കും പറഞ്ഞാൽ ജീവൻ തന്നെ ഉണ്ടാകരുത്, ബിക്കോസ് ദാറ്റ്സ് മോർ പ്രൊബബിൾ. പക്ഷേ ജീവനുള്ള യൂണിവേഴ്സ് ആണെങ്കിൽ കോസ്മോളജിസ്റ്റുകൾ തന്നെ ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിലേക്കാണ് നോക്കുന്നത്. അത് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഫെയ്ത്ത്, പല കോസ്മോളജിസ്റ്റുകളും അല്ലെങ്കിൽ ആസ്ട്രോ ഫിസിസിസ്റ്റ് ഓർ ഫിസിസിസ്റ്റ് ഇൻ ജനറൽ അവർ നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ, യൂണിവേഴ്സിലേക്ക് നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ. ഫസ്റ്റ് ഈസ് ദ ലോസ്, അതായത് യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ മറ്റ് വേറെ ഏതൊരു രീതിയിലായിരിക്കാം, പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ് ഇങ്ങനൊരു യൂണിവേഴ്സിൽ എന്തുകൊണ്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്? വൈ ആർ ദ ലോസ് ഫൈൻലി ട്യൂൺഡ്? മറ്റൊന്ന്, വൈ ആർ ദ കോൺസ്റ്റൻസ് ഫൈൻലി ട്യൂൺഡ്? ലോസും കോൺസ്റ്റൻസും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മൂന്നാമത്തത്, ദ ഇനീഷ്യൽ കണ്ടീഷൻസ്, വൈ ഈസ് ഇറ്റ് ഫൈൻലി ട്യൂൺഡ്? അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ റോജർ പെൻറോസ് പറയുന്ന ഒരു എക്സാമ്പിളുണ്ട്. അദ്ദേഹം പറയുന്നത് ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ ആൻഡ് എനർജി ദാറ്റ് ഹാസ് ടു ബി ഫൈൻലി ട്യൂൺഡ് ടു എ നമ്പർ ദാറ്റ് ഈസ് 1 part in 10 to the power 123 സംതിങ്. അതായത് ഹി ഈസ് നോട്ട് എ ബിലീവർ ഓർ എനിത്തിങ്. അദ്ദേഹം അഗ്നോസ്റ്റിക് ഏത്തീസ്റ്റ് ഒരു പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇങ്ങനത്തെ നമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഗ്രാവിറ്റി 1 in 10 to the power 60, അങ്ങോട്ടോ ഇങ്ങോട്ടോ 1 in 10 to the power 60 എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എനിക്കൊന്ന് യൂണിവേഴ്സിൻ്റെ മാസിനെ കുറിച്ച് നമ്മൾ എസ്റ്റിമേറ്റഡ് മാസ് 10 to the power 53 എങ്ങാണ്ടാണ്. ടോട്ടൽ നമ്പർ ഓഫ് സബ് ആറ്റമിക് പാർട്ടിക്കൽസ്, ഐ തിങ്ക് ഇഫ് ഐ എം കോട്ടിംഗ് ഫ്രം മെമ്മറി, ഇറ്റ്സ് സംവെയർ അറൗണ്ട് 10 to the power 40 or something. അപ്പം 1 in 10 to the power 60 എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ നമ്പർ ദാറ്റ് വി കനോട്ട് ഈവൻ ഇമാജിൻ. ബിഗ് ബാങ് ഐ തിങ്ക് ഇറ്റ്സ് 10 to the power 22 seconds, 22. സോ അത്രയും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിച്ചിരുന്നെങ്കിൽ യൂണിവേഴ്സ് ഒരിക്കലും ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് എക്സിസ്റ്റ് ആകത്തില്ലായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും ലൈഫ് തന്നെ ഫോം ആകത്തില്ലായിരുന്നു. അപ്പം ഫിസിക്കൽ ലോസ് ഉണ്ട്, നെസസറി ആയിട്ട് ആ ലോസ് അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ ഈ ലോസിൻ്റെ വി ആർ ഇൻ എ യൂണിവേഴ്സ് ദാറ്റ് ഹാസ് ലോസ് ദാറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എ ലൈഫ് പെർമിറ്റിംഗ് യൂണിവേഴ്സ്. സെക്കൻഡ് ഈസ് ദ കോൺസ്റ്റൻസ് ഇൻ ഫിസിക്സ്. ഈ നമ്മൾ ഈ ഒരു തിയറി എടുക്കുമ്പോൾ അതിനകത്ത് ഈ ഫ്രീ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് അത് ഡയറക്റ്റ് തിയറി തരുന്നില്ലെങ്കിലും വി ഹാവ് ടു മെഷർ ഇറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫേമസ് ആയിട്ട് ഹൈസ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ F = g(m1m2) by r². അപ്പോൾ G അതിനകത്ത് വരുന്നത് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു മെഷർ, റൈറ്റ്? ആ ഒരു ഫാക്ടർ വരുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ എക്സാക്ട്ലി ആ നമ്പേഴ്സ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു യൂണിവേഴ്സ് എക്സിസ്റ്റ് ആകത്തില്ല. മൂന്നാമത്തത് ഇനീഷ്യൽ കണ്ടീഷൻസ്. യൂണിവേഴ്സിൻ്റെ ആരംഭത്തിൽ തന്നെ, ബിഗ് ബാങ്ങിൽ തന്നെ ചില കണ്ടീഷൻസ് പ്രിസൈസ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സ് എക്സിസ്റ്റേ ആകത്തില്ല. ലൈഫ് പെർമിറ്റിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സ് എക്സിസ്റ്റ് ആകത്തില്ലായിരുന്നു. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ്, അതായത് നമ്മളിപ്പം ബയോളജിക്കൽ ലൈഫിലേക്ക് പോകുന്നതിന് മുമ്പാണല്ലോ ഏറ്റവും ഫണ്ടമെൻ്റലി കിടക്കുന്ന ആണല്ലോ ഫിസിക്സ്. സോ അപ്പോൾ ഇത് പലപ്പോഴും ഫിസിസിസ്റ്റുകളെ എക്സൈറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അതിനൊരു സയൻറ്റിഫിക് റീസണും കൂടെ. കാരണം ഇതിന് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ലോ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വൈ ഈസ് ഇറ്റ് സച്ച് ആൻഡ് നോട്ട് സം അതർ വേ? ഉദാഹരണത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഉദാഹരണം വരുന്നത് നമ്മുടെ ഫ്രെഡ് ഹോയിൽ പലപ്പോഴും ബിഗ് ബാങ് ഒക്കെ പറയുമ്പോൾ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് പിക്ചർ ചെയ്യാറുള്ളൊരു വ്യക്തിയാണ്. ബട്ട് ഹി വാസ് എ ജീനിയസ്. അദ്ദേഹത്തിൻ്റെ ജീനിയസ് ശരിക്കും വരുന്നത് ഈ എലിമെൻറ്റ്സ്, ഹൗ സ്റ്റാർ ഫോർമേഷൻ എങ്ങനെ എലിമെൻറ്റ്സ്, ഹയർ എലിമെൻറ്റ്സ് എങ്ങനെ ഫോം ആകുന്നത്. അപ്പോൾ അതിനകത്ത് കാർബൺ റെസോണൻസ് പുള്ളി പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രഡിക്ഷൻ
സത്യം പറഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നോക്കിയിട്ട് അദ്ദേഹം അതിൽ മനസ്സിലാക്കിയൊരു ഇതാണ് എക്സാക്ട്ലി ഈ ഒരു എനർജി സ്റ്റേറ്റ് ഉണ്ടായെങ്കിൽ ഈ ഒരു റിയാക്ഷൻ പോസിബിൾ ആണ്. ഈ കാർബൺ റെസൊണൻസ് എന്താണെന്നൊന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് കുറച്ച് ആക്ച്വലി ആയിരിക്കും സാറിന് മനസ്സിലാവും, പക്ഷേ കേൾക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ. അതെ, എന്നെക്കാളും ബെറ്റർ ആയിട്ട് സാറിനായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും യു ക്യാൻ കറക്റ്റ് ഇറ്റ്. ബട്ട് ഈ നമ്മളിപ്പം ഈ യൂണിവേഴ്സിൽ കാർബണോ അതിന് മുകളിലോട്ടുള്ള എലിമെന്റ്സ് ഇല്ലെങ്കിൽ കാർബൺ സ്പെസിഫിക്കലി ലൈഫ് ഇല്ല. പക്ഷേ ഈ കാർബൺ ഫോം ആകുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ 1950s വളരെ പോപ്പുലർ ആയിരുന്നു. അതിന് രണ്ട് എലിമെന്റ്സ് എങ്ങനെയാണ് ഫോം ആകുന്നത്, രണ്ട് വ്യത്യസ്ത പാർട്ടീസ് ഉണ്ട്. ഒന്ന് ഗാമോ ആൻഡ് ടീം, ജനറലി ഫ്രെഡ് ഹോയ്. അപ്പം ഈ 3 ഹീലിയം ആറ്റം ഒരുമിച്ച് വന്നാലാണ് കാർബൺ 12 ഫോം ആകുന്നത്. പക്ഷേ ഇതിനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ റെയറാണ്, ഇതൊരിക്കലും സ്റ്റേബിൾ അല്ല. അപ്പം പിന്നെ നെക്സ്റ്റ് ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ 2 ഹീലിയം കൂടെ കൂട്ടിയിടിക്കുന്ന അതൊരു വളരെ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. എന്നിട്ട് ബെറീലിയം ഫോം ആയിട്ട് പിന്നെ ഒരു അൽഫ പാർട്ടിക്കിളും വരുമ്പോഴത്തേയാണ്. പക്ഷേ ഈ റിയാക്ഷനും ഹൈലി ഇംപ്രോബബിളാണ്. അപ്പം ഈ ഫ്രെഡ് ഓയിൽ പറഞ്ഞ് കാർബൺ ഇങ്ങനെ ഒരു എനർജി സ്റ്റേറ്റ് ഉണ്ടായെങ്കിൽ ഈ ഒരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും, പ്രോബബിലിറ്റി ഹൈ ആണ്. ഓക്കെ. പക്ഷെ അന്ന് എക്സ്പെരിമെന്റലിസ്റ്റ് അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടില്ല. ഇറ്റ് വാസ് എൻ ഇൻറ്റ്യൂട്ടീവ് ഗെസ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് വിത്തിൻ എ വെരി സ്മോൾ ടൈം ഫ്രെയിം ദേ ഡിസ്കവർഡ് ദാറ്റ് ഹോയിൽ പ്രെഡിക്റ്റ് ചെയ്ത് ഇതേ നമ്പർ കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോൾ ഹോയിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഹോയിൽ പറഞ്ഞത് ഹോയിൽ വാസ് എൻ ഏത്തിസ്റ്റ്. പക്ഷേ ഹോയിലിൻ്റെ ഏത്തിസം തന്നെ അവിടെ ഷെയ്ക്ക് ആവുന്നില്ല. ഹോയിൽ വിശ്വാസിയായിട്ടൊന്നും മാറുന്നില്ല. ബട്ട് ഹോയിൽ പറഞ്ഞത് ഇറ്റ് സീംസ് ആസ് ഇഫ് സം സൂപ്പർ ഇൻ്റലക്ട് ഹാസ് മങ്കീഡ് വിത്ത് ദ ലോസ് ഓഫ് ഫിസിക്സ്. ഏതോ ഒരു സൂപ്പർ ഇൻ്റലക്ട് ഈ ഫിസിക്സിൻ്റെ ലോസിൽ എന്തോ ഒരു കൃത്രിമം കാണിച്ചു. അതുപോലെ തന്നെയാണ് പോൾ ഡേവിസ്. അദ്ദേഹം ഈസ് നോട്ട് എ ക്രിസ്ത്യൻ ഓർ എനിത്തിങ്. ഫൈൻ ട്യൂണിങ്ങിനെ കുറിച്ച് ദ മൈൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എലിഗൻറ്റ് യൂണിവേഴ്സ്, പോപ്പുലറായിട്ടും പുസ്തകങ്ങളുണ്ട്. ബട്ട് ഹീസ് എ ഫിസിസിസ്റ്റ്, അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹം പറയുന്നത് ദാറ്റ് ഇറ്റ് സംഹൗ സീംസ് ദാറ്റ് ദ യൂണിവേഴ്സ് വാസ് വെയിറ്റിംഗ് ഫോർ അസ്. അതായത് ജീവൻ ഉണ്ടാകാനായിട്ട് യൂണിവേഴ്സ് വെയിറ്റ് ചെയ്യായിരുന്നു. സോ ഈ ഫൈൻ ട്യൂണിങ് ഈസ് എ ജെനുവിൻ പ്രോബ്ലം വിച്ച് റിക്വയർസ് എൻ എക്സ്പ്ലനേഷൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രോബ്ലത്തിന് അതായത് ഇങ്ങനൊരു യൂണിവേഴ്സ് ഈസ് ബെറ്റർ സ്യൂട്ടഡ് അണ്ടർ തീസം, ഒരു ദൈവവിശ്വാസം എന്നുള്ളൊരു വേൾഡ് വ്യൂവിൽ ബെറ്റർ സ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഒരു യൂണിവേഴ്സിനെയാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഏത്തിസം ആണെങ്കിൽ അത് കിട്ടുന്നില്ല. ഏത്തിസം ആണെങ്കിൽ യു ഹാവ് ടു ബിലീവ്. അത് എനിക്ക് തോന്നുന്നു സാറ് ആ ഒരു അതായത് പെർസ്പെക്റ്റീവ് വിൽ സേ. ബട്ട് ജനറലി ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ് ഹാസ് ടു ബി റാൻഡം. സോ ദിസ് ഈസ് ഇറ്റ് ഈസ്, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, ദർ ഇസ് നോ അതർ വേ ഔട്ട്. സോ അതാണ് എൻ്റെ ഒരു ഇനീഷ്യൽ the way that I look at it. എനിക്ക് ലൈഫും വൈസ് ലൈഫ് ഫൈനലി ട്യൂൺഡ്, that is also a question I think we can talk about it in the coming part. സാർ, ഇതിന് സാറിന് എന്തെങ്കിലും ഒരു നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു റിപ്ലൈ തന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. അതിനകത്ത് ആശിഷ് പറഞ്ഞ ആർഗ്യുമെന്റ്സ് മൊത്തം ഒന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ കാണുന്ന പല ഓർഡറുകളും അതൊരു കോയിൻസിഡൻസ് ആണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു ആർഗ്യുമെന്റ് ആണ്. ഇത്രയും ഫൈനായിട്ട് ഇതെങ്ങനെ സംഭവിച്ചു, ഇതിൽ നിന്നാണ് കൂടുതൽ ഇതങ്ങനെ സംഭവിക്കാതിരിക്കാനായിരുന്നു സാധ്യത കൂടുതൽ, എന്നിട്ടും അതങ്ങനെ സംഭവിച്ചു, അതുകൊണ്ടൊരു ഇന്റലിജന്റ് ഡിസൈനറിലേക്ക് പോയിന്റ് ചെയ്യുന്നു എന്നുള്ള ആർഗ്യുമെന്റ് ആണ്. അതിപ്പോൾ ബാക്കി പറഞ്ഞ ആർഗ്യുമെന്റ്സിൽ ബാക്കി പല എക്സാമ്പിളുകൾ പറയുമ്പോഴും ബേസിക്കലി ഇതാണ് അതിന്റെ പ്രിമൈസ് എന്ന് പറയുന്നത്. അതിന്റെ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, 2 കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. ഒന്ന്, നമ്മുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ട്. വൈ ദിസ് ഇസ് നമുക്ക് ഇറ്റ്സ് ടു, അതിൻ്റെ പ്രോബബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് അതിന് പിന്നിൽ എന്തെങ്കിലും കോസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, ഞാൻ അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുന്ന പ്രശ്നം, അത് ഈ ക്വസ്റ്റ്യൻ ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ദ ആൻസർ വി ഫൈൻഡ് ഡസ് ഇറ്റ് ക്രിയേറ്റ് മോർ ക്വസ്റ്റ്യൻസ്. അതാണ് അതിനകത്ത് അടുത്ത പ്രശ്നം. പൊതുവിൽ ഒക്കാംസ് റേസർ എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫിക്കൽ ടൂൾ ഉണ്ട്. അതായത് നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മിനിമം അസംഷൻസ്, നമുക്ക് കൃത്യതയില്ല, ഇൻഫർമേഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു ആൻസർ കണ്ടെത്തണം. ഒരുപാട് പോസിബിൾ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആൻസർ കണ്ടെത്തണം. അതായത് നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തപ്പോൾ, നമുക്ക് അല്ലെങ്കിൽ ആക്സസ് എവിഡൻസ് ഇല്ലാത്തതാണെന്നില്ല, നമുക്ക് ആക്സസ് ഇല്ലാത്തതാണ് എവിഡൻസ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തുണ്ട് മിനിമം അസംഷൻസ് വേണ്ടി വരുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ രാവിലെ എൻ്റെ പറമ്പിലേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ 2 വാഴകൾ മറിഞ്ഞു നോക്കുന്നു, വീഴുന്നു. അപ്പോൾ ഞാൻ അവിടെ വേറെ മരങ്ങളൊന്നും അവിടെ ഇല്ല, 2 മറിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ ഇന്നലെ കണ്ടു 2 കോമറ്റുകൾ വന്നിങ്ങനെ 2 വാഴയിൽ ഇടിച്ചു.
അങ്ങനെ രണ്ടും മറിച്ചിട്ടതാണ്. അപ്പം അതും ഒരു പോസിബിലിറ്റിയാണ്. കാരണം ഇത് വേറെ തെളിവുകളൊന്നും നമുക്കില്ല. വേറൊരാൾ പറയുന്നത് കാറ്റടിച്ച് മറിഞ്ഞു വീണതായിരിക്കും. അപ്പൊ ഞാനിതിൽ ഏതെടുക്കണം? കാരണം കാറ്റടിച്ചതിനും തെളിവില്ല, കോമറ്റ്സ് വന്നതിനും തെളിവില്ല. പക്ഷെ കോമറ്റ്സ് വരണമെന്നുണ്ടെങ്കിൽ കോമറ്റ്സ് ഭൂമിയിലേക്ക് വരിക എന്നുള്ള ഇവന്റിന്റെ പ്രോബിലിറ്റി എടുക്കണം. 2 എണ്ണം പാരലായിട്ട് വന്ന് കൃത്യം ഈ 2 വാഴകളുടെ നേരെ വരാനുള്ള പ്രോബിലിറ്റി എടുക്കണം. അപ്പൊ അത് നോക്കുമ്പോഴത്തേക്കും അതിന് അസംഷൻസ് കൂടുതൽ വേണം. അത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യം അല്ല, പക്ഷെ അതിന് അസംഷൻസ് കൂടുതൽ ആവശ്യമാണ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഇതാണ് കൂടുതൽ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് അതിന്റെ ആൻസർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നില്ല. മറ്റേന്ന് പറഞ്ഞാൽ കോമറ്റ്സ് വന്നു, അപ്പോൾ കോമറ്റ്സ് എവിടെ, അതിന്റെ പീസ് എവിടെ, കോമറ്റ്സ് കൊണ്ടുവന്ന എനർജിയുടെ എവിഡൻസ് സ്പ്രെഡ് ചെയ്യുന്ന കോമറ്റ്സ് വരുമ്പോഴത്തേക്ക് ഹൈ സ്പീഡിലാണ് വരുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ആ 2 പ്രോബ്ലംസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പം ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ആദ്യം അഡ്രസ്സ് ചെയ്യാം. അതിനും നിലവിൽ നമുക്ക് പോസിബിൾ ആൻസേഴ്സ് ഉണ്ട്. അതായത് ഫൈൻ ട്യൂണിങ്. അപ്പോൾ നമ്മൾ ഇപ്പം നാച്ചുറൽ കോൺസ്റ്റൻസിന്റെ വാല്യൂസ് ഒരല്പം മാറി, അത് എത്ര എന്നുള്ള ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ എടുക്കുന്നില്ല. 10 to the power 60 100 എത്ര ആയിക്കോട്ടെ, നമുക്ക് നടത്താവുന്ന ഒരു തോട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് വാട്ട് ഇഫ് ദ വാല്യൂ വാസ് ഡിഫറെന്റ്. അപ്പോൾ പല ശരി ഈ പറയുന്നൊരു പ്രശ്നം, അതായത് നമ്മുടെ യൂണിവേഴ്സിലെ പല കാര്യങ്ങളിലും വാല്യൂ, ഇപ്പോൾ ഹൈഡ്രജൻ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷന്റെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആറ്റങ്ങൾ ഉണ്ടാവില്ല. ഇന്ന രീതിയിൽ ആറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ലൈഫിന് ഇമർജ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇന്ന് ഈ പറയുന്ന മനുഷ്യരായിട്ട് മാറാൻ പറ്റുള്ളൂ. അത് വ്യത്യസ്തമായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആറ്റങ്ങൾ ഫോം ചെയ്യില്ല എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് ഫോം, അതായത് മോളിക്കുലർ ക്ലൗഡ്സിൽ നിന്നും സ്റ്റാർ ഫോം ചെയ്യില്ല, വലിയ എലമെന്റ്സ് ഉണ്ടാവില്ല. യൂണിവേഴ്സിനകത്ത് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനൊരു ഡിബേറ്റും ഉണ്ടാകത്തില്ല. മനസ്സിലായി? അപ്പോ നമ്മൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതായത് അത് മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. എവിടെങ്കിലും ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിനെ കുറിച്ച് ആലോചിക്കാനും അതിലെ കണക്ഷൻസ് പരസ്പരം മനസ്സിലാക്കാൻ, ഈ പറയുന്ന നാച്ചുറൽ കോൺസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ആർഗ്യുമെന്റിനൊക്കെ 400 വർഷത്തെ താഴെയാണ് പഴക്കം. കാരണം നാച്ചുറൽ കോൺസ്റ്റന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ശേഷമാണ്. ന്യൂട്ടന്റെ കാലത്ത് പോലും ഇന്നത്തെ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയില്ല. കറക്റ്റ്, ഡിഫറെന്റ് ആണ്. ഈ വാല്യൂവിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തുള്ള അത് ഞാൻ ആ പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പം ഞാൻ പറയുന്നത് ഈ ഇത്രയും കണ്ടെത്താൻ കഴിയുന്ന ഈ നാച്ചുറൽ ഓർഡർ മനസ്സിലാക്കാനും ഈ പരസ്പരമുള്ള കോസ് ആൻഡ് ഇഫക്റ്റും കണക്ഷൻസും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ഇന്റലിജന്റ് സ്പീഷീസ് ഉണ്ടായി വന്നാത്രത്തോളം കാലം ഈ ക്വസ്റ്റ്യൻ ആരും പ്ലേസ് ചെയ്യുന്നില്ല. സോ ദർ വിൽ ബി നോ വൺ ടു ആസ്ക് ദ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ വരുന്നത്. നമ്മൾ ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യുക, ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പോസിബിൾ ആകുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ. ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇല്ല. ഇപ്പോൾ വേറൊരു രീതി കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഇതേ സാഹചര്യം പറഞ്ഞാൽ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായെന്ന് നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നത്? എന്തുകൊണ്ട് മനുഷ്യർ ചൊവ്വയിൽ ഉണ്ടായില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ ജൂപ്പിറ്ററിൽ വ്യാഴത്തിൽ ഉണ്ടായില്ല? ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനുഷ്യൻ ഭൂമിക്ക് പകരം ജൂപ്പിറ്ററിലാണ് ഉണ്ടായെന്ന് വെച്ചോളൂ. നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ജൂപ്പിറ്ററിൽ ഉണ്ടായിരുന്നായിരിക്കും, എന്തുകൊണ്ട് ഭൂമിയിൽ ഉണ്ടായില്ല എന്ന് അന്ന് ആ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇന്നെവിറ്റബിൾ ആണ്. കാരണം നമുക്ക് ഇതിന് ആൻസേഴ്സ് ഉണ്ട്. ഒരു സ്റ്റാർസ്, ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമേ പല ഘടകങ്ങളുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അവിടെയാണ് ലൈഫിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അവിടെ ഉള്ള പ്ലാനറ്റാണ് എർത്ത്. അപ്പൊ അതുകൊണ്ട് എർത്തിലെ സൂര്യന് ചുറ്റും ജീവൻ ഉണ്ടാകുന്നെങ്കിൽ ആ ജീവൻ പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഇന്റലിജന്റ് ലൈഫ് ഫോംസ് ഒക്കെ ആയിട്ട് മാറുന്നെങ്കിലും ഒക്കെ ഭൂമിയിൽ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ആൻസർ ഇല്ലെങ്കിൽ പോലും, ആ ആൻസർ അറിഞ്ഞുകൂടെങ്കിൽ പോലും ഈ ചോദ്യത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഭൂമിയിൽ ഉണ്ടായതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നമുക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. നമ്മൾ ചൊവ്വയിലായിരുന്നുണ്ടെങ്കിൽ ചൊവ്വയിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പ്രശ്നം ഇതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉയരുന്നത് തന്നെ ഈ കോൺസ്റ്റൻസ് ഇങ്ങനെ ആയിരുന്നതുകൊണ്ടാണ്. ഈ കോൺസ്റ്റൻസ് ഇംപ്രോബിൾ നമ്മൾ കരുതുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലാണ്. വേറൊരു ആസ്പെക്ട് ഇതിന് പറയാവുന്നത്, ഇതല്ലാത്ത യൂണിവേഴ്സുകൾ ഉണ്ടെന്ന് കരുതിക്കോളൂ. ഈ യൂണിവേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത ലക്ഷക്കണക്കിന് യൂണിവേഴ്സുകൾ പോസിബിൾ ആണ്. കാരണം പോസിബിലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ യൂണിവേഴ്സിൽ ആരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ആ യൂണിവേഴ്സിൽ ലൈഫ് ഇല്ല. അതിനർത്ഥം ഇത് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതല്ല. ഇത് മാത്രം നടന്നതുകൊണ്ട് അവിടെ നമ്മളുണ്ടായി. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നു. അപ്പൊ അതാണ് ഞാൻ അതിനകത്ത് കാണുന്ന ആ പ്രോബ്ലം. രണ്ടാമത് ഞാൻ പറഞ്ഞ പ്രോബ്ലം സിംപ്ലിസിറ്റി. അതായത് നമ്മൾ ഈ ഒന്നുകൂടെ അതൊന്ന് ക്ലാരിറ്റി വരും. അതായത് ഈ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അല്ല, അതിനുശേഷം രണ്ടാമതൊരു പ്രോബ്ലം, അതെ, ഞാൻ ഈ പറഞ്ഞ ഈ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പ്രശ്നം, നമുക്ക് ഈ ചോദ്യം എങ്ങനെ ഉണ്ടായി. ഈ ചോദ്യം ഇനി ഉണ്ടായെന്നുള്ളത് വാലിഡായിട്ട് എടുത്താൽ പോലും ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത, ഈ നമ്പേഴ്സ് ശരിക്കും നമ്മുടെ കൺവീനിയൻസ് ആണ്. ഉദാഹരണത്തിന് സ്കൂൾ ലെവലിൽ സ്കൂൾ ലെവലിൽ തന്നെ പഠിക്കുന്നതാണ്. നമ്മൾ ന്യൂട്ടൺ ആദ്യമായിട്ട് ചലന നിയമം ഉണ്ടാകുക, രണ്ടാമത്തെ ചലന നിയമം, സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ
എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ വരുന്നിടത്ത് ന്യൂട്ടൺ ശരിക്കും കണ്ടെത്തുന്നത് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ എന്നാണ്. കറക്റ്റ്. മാസിനെ അത് ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം എ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ ഈക്വൽ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അവിടെ ഒരു ക്വാണ്ടിറ്റിയും കൂടെ വരും, ഒരു കെ. നമ്മൾ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കും, എനിക്കത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് ക്ലാരിറ്റി ഇല്ലാതെ കുറേ നാൾ എന്നെ അലട്ടിയൊരു പ്രോബ്ലം ആണിത്. എന്നിട്ട് നമ്മൾ പറയും നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ കെ ഈസ് ഈക്വൽ ടു 1 എന്ന് എടുക്കും, എന്നിട്ട് എഫ് ഈസ് ഈക്വൽ ടു എം. അപ്പോൾ അന്ന് എൻ്റെ പ്രശ്നം ഒന്നുമില്ല, അത് ഈ മനുഷ്യനല്ലല്ലോ ഇതൊന്നും ഉണ്ടാക്കിയിരുന്നത്, മനുഷ്യന്റെ കൺട്രോളിലല്ലോ ഈ നിയമങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കെ 1 ആക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിനകത്ത് ക്ലാരിറ്റി വരുന്നത്. കെ 1 ആക്കിയിട്ടാണ് നമ്മൾ ഫോഴ്സിന്റെ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ടുള്ള 1 ന്യൂട്ടൺ, ഒരു 1 ന്യൂട്ടൺ ഫോഴ്സ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഫ് ഈസ് ഈക്വൽ ടു കെ എം എയിൽ കെ 1 ആകുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്, അത്ര അളവാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ കോൺസ്റ്റന്റുകളെല്ലാം നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഇനിഷ്യൽ ആർബിട്രറി ചോയ്സുകളുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് തന്നെ ആ നമ്പറിൽ നമ്മൾ ഒരുപാട് പിടിച്ചാൽ ഈ പ്രശ്നമുണ്ട്. ദർ ഇസ് എ പ്രൊപ്പോർഷൻ, പക്ഷെ ആക്ച്വൽ നമ്പറിന്റെ പ്രിസിഷന്റെ കാര്യത്തിൽ ഇതിനകത്ത് ഈ പ്രൊപ്പോർഷന്റെ പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. ആ പ്രൊപ്പോർഷൻ അവിടെ അങ്ങനെ ആയത് നിൽക്കുന്നത് കൊണ്ടാണ്, ഇത് ഇത്രയാണെങ്കിൽ അതത്ര, ആ ഒരു ഓർഡർ പ്രൊപ്പോർഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ യൂണിവേഴ്സ് പോസിബിൾ അല്ല, യൂണിവേഴ്സിൽ ലൈഫ് പോസിബിൾ ആകുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് ആ നമ്പറിന്റെ പ്രിസിഷനിലേക്ക് നമ്മൾ പോകും, ഈ ഒരു പ്രശ്നം കൂടെ വരും. നമ്പർ നമ്മുടെ ചോയ്സ് ആണ്. നമ്മളിപ്പോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇത്രയാണ് എന്ന് അതായത് നമ്മൾ ആ നമ്പറിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, ആ യൂണിറ്റ് നമ്മളാ ചൂസ് ചെയ്യുന്നത്. ആ യൂണിറ്റ് മാറുമ്പോൾ, അതായത് ഇപ്പൊ ഞാൻ 1000 ഗ്രാം അരി വേണമെന്ന് പറഞ്ഞാൽ ഗ്രാം 1 കിലോ അരി ചോദിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ 1 ആണോ 1000 ആണോ എന്നുള്ള വ്യത്യാസം അവിടെ വരുന്നത് ആ ഗ്രാം ആണോ കിലോഗ്രാം ആണോ ഞാൻ ചൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. മനുഷ്യന് ഇനിഷ്യലി കുറെ യൂണിറ്റുകൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ മോഡേൺ കോസ്മോളജിയിലൊക്കെ ചെല്ലുമ്പോൾ കോസ്മോളജിയിൽ നാച്ചുറൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ്സ് ആണ് സൗകര്യത്തിന് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 1 ആയിട്ട് എടുക്കും, C 1 ആയിട്ട് എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻസ് സ്കൂളിൽ പഠിച്ച ഇക്വേഷൻസ് ഒന്നും ആയിരിക്കത്തില്ല കോസ്മോളജി വരുന്നത്. അപ്പം ഈ ബ്രിഡ്ജ് ഇല്ലാത്ത ആള് സ്കൂളിൽ നിന്നും പഠിച്ചിട്ട് നേരിട്ടൊരു കുട്ടി ഒരു കോസ്മോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അല്ലല്ലോ എന്ന് തോന്നും. കാരണം അവിടുത്തെ സൗകര്യത്തിന് വേണ്ടി യൂണിറ്റ് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ നമ്പറിന്റെ പ്രിസിഷനകത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം വന്ന ആർഗ്യുമെന്റിൽ എനിക്ക് അതാണ് പറയുന്നത്. ഈ കാർബൺ റെസൊണൻസിന്റെ കാര്യത്തിലായാലും, കാർബൺ റെസൊണൻസ് എന്താണെന്നുള്ള ടെക്നിക്കലാണ്, നമുക്ക് അതിനകത്തോട്ട് പോകണ്ട. അത് എന്ത് തന്നെ ആയാലും ഞാൻ ഈ ആദ്യം പറഞ്ഞ ആർഗ്യുമെന്റ്സ്. പിന്നെ ഇതില് ഈ ഫ്രെഡ് ഹോയിലിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അത് ഞാനൊരു എന്താണ്, അവരാരും തീയിസ്റ്റ് ആണോ, അവർ എത്തീസ്റ്റ് ആണെങ്കിലും തീയിസ്റ്റ് ആണെങ്കിലും ആ ആർഗ്യുമെന്റിനെ ഞാൻ കാണുന്നത് ഒരു എന്താണ് ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. ഇറ്റ് എക്സ്പ്രസസ് ദ ഫീലിംഗ് ദേ ഗെറ്റ്. അത് തിരിച്ചറിയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്, അതായത് ഭയങ്കര വണ്ടർഫുൾ ആണ്. തിങ്സ് ഹാപ്പൻ. ഈ വണ്ടർ തീരുമാനിക്കുന്നത് അതിനകത്ത് ഒരു പെർസ്പെക്റ്റീവ് ഉള്ളത്. ഇപ്പോൾ ഈ വണ്ടർ എന്ന് പറയുന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല അവിടെ സംഭവിക്കുന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അവിടെ നമ്മൾ അടുത്തുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കണം, നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാക്കുന്നത്? അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇത് സാധ്യമാണ്, ഇത് സാധ്യമല്ല എന്നൊക്കെയുള്ള ചില അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അസാധ്യമെന്നോ സാധിക്കാൻ വളരെ പ്രോബബിലിറ്റി കുറഞ്ഞതെന്നോ നമ്മൾ കരുതുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മനുഷ്യർ ബേസിക്കലി മിറക്കിൾ എന്ന് വിളിക്കുന്നതെല്ലാം അങ്ങനെയാണ്. അതായത് അത് നോർമലി സംഭവിക്കും. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ കാലത്തൊക്കെ വൈറലാകുന്ന പല വീഡിയോകളുണ്ട്. ഇപ്പോൾ ചില ആക്സിഡന്റുകളിൽ നിന്ന് ചില ആളുകൾ രക്ഷപ്പെടുന്നത്. അതായത് ഇപ്പോൾ എനിക്കൊന്ന് പറഞ്ഞാൽ ഒരു വെർബലി അത് വിഷ്വലൈസ് ചെയ്താൽ തന്നെ പറ്റുന്ന ഒരു എക്സാമ്പിൾ, ഒരു വീഡിയോ ഉണ്ട്, കേരളത്തിൽ എടുത്താണത്. ഒരു പയ്യൻ ഒരു റോഡ് സൈഡിൽ ഒരു ബൈക്കിൽ എന്തോ ഫോൺ നോക്കി ഇരിപ്പുണ്ട്. അപ്പൊ ആ റോഡ് വളവാണ്, അവിടുന്ന് ഒരു ബുൾഡോസർ വരും, ഇവിടുന്ന് ഒരു ബോലെറോ കാറും വരും. ആ ബുൾഡോസർ അവിടുന്ന് തെന്നി ഇവന്റെ നേരെ വരുമ്പോ ഈ ബോലെറോ കാർ വന്ന് ആ ബുൾഡോസറിനെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. അപ്പൊ ഇവൻ ആ ബൈക്കിൽ നിന്ന് തെന്നി വീണിട്ട് അവനിങ്ങനെ നോക്കും, ഞാൻ രക്ഷപ്പെട്ടല്ലോ. അപ്പൊ നമ്മളവിടെ പേടിപ്പിക്കുന്നത് പറഞ്ഞാൽ ആ ബുൾഡോസർ ഒരുപാട് ഡയറക്ഷനിൽ വരാമായിരുന്നു, ആ പയ്യൻ ആ റോഡിന്റെ സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിക്കാമായിരുന്നു, ഈ ബോലെറോയ്ക്ക് ഒരുപാട് ദിശകളിൽ വരാമായിരുന്നു. ആ ബുൾഡോസർ തെന്നി ഒരു അരമണിക്കൂർ മുമ്പേ ഈ ബോലെറോ വന്നിരുന്നെങ്കിൽ ഈ ബോലെറോ അങ്ങ് പോയേനെ. അപ്പൊ ആ ഒരുപാട് രീതികളിൽ സംഭവിക്കാവുന്ന ഒരു ഈവന്റ് ഈ ഒരു പർട്ടിക്കുലർ രീതി സംഭവിച്ചപ്പോൾ ആ പയ്യൻ രക്ഷപ്പെടുകയാണ്. അത് അങ്ങനെ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി കുറവാണ്, പക്ഷെ അത് ഇമ്പോസിബിൾ അല്ല. നമ്മള് ഈ പഴയൊരു തമാശ ഉണ്ട്, അതായത് ഒരു ജോത്സ്യനോട് പോയിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര കടക്കണിയിലാണ്, രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ, ഒരു സൂചിക്കുഴ യോഗം കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് സൂചിക്കുഴ യോഗം? സൂചിക്കുഴ യോഗം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവപ്പറമ്പിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നിടത്ത് ഒരാൾ ഒരു തയ്യൽ സൂചി ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഓടുകയാണെന്ന് കരുതിക്കോളൂ, വേറൊരാൾ ഒരു നൂല് ഇങ്ങനെ പിടിച്ചോണ്ട് ഓടുകയാണ്. ഈ നൂല് ഈ സൂചിക്കകത്ത് കയറാൻ എത്ര സാധ്യതയുണ്ടോ അത്രയും സാധ്യത ഉള്ളൊരു യോഗമാണ് ഇത് കാണുന്നത്. അപ്പം രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ രക്ഷപ്പെടും, ഇമ്പോസിബിൾ ഒന്നുമല്ല. നമ്മൾ ചോദിക്കുമ്പോൾ
ഒരു ഉത്സവ പറമ്പിൽ കൂടെ ഒരാൾ സൂചി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഓടുന്നു, വേറൊരാള് നൂലും കൊണ്ട് ഓടുന്നു. ഈ നൂല് സൂചിക്കകത്ത് കയറുവോ എന്ന് ചോദിച്ചാൽ കയറൂല്ല എന്ന് നമ്മൾ പറയുന്നത് എന്താണ്, കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഈ സൂചിയുടെ ഹോളും ആ നൂലും കൃത്യം ഒരേ ലൈനിൽ വന്നാൽ കയറാം. അത് ഇമ്പോസിബിൾ അല്ല, പക്ഷെ അത് പ്രോബബിൾ അല്ല, പ്രോബിലിറ്റി കുറവാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഇതിനെ കാണുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ അതിനോട് ചേർത്ത് പറയാവുന്നത്, നമ്മൾ ഈ ഉദാഹരണത്തിന് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്നിട്ടൊരു ലോ ഉണ്ട്. ചില കാര്യങ്ങൾ വളരെ ലോ പ്രോബിലിറ്റിയാണ്. ഉദാഹരണത്തിന് ഒരു കടയിൽ നിന്ന് നമ്മൾ 2 പിങ് പോങ് ബോൾസ് വാങ്ങുകയാണ്. അതിൽ ആ ബോള് സാമാന്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്, ഒരു സൂപ്പർ മാർക്കറ്റോ, അവിടെയാണ് നമ്മൾ വാങ്ങുന്നത്. ഈ ബോൾ പൊട്ടിയിരിക്കാനുള്ള സാധ്യത കുറവാണ്. നല്ല ബോളേ നമ്മൾ അവിടെ നിന്ന് വാങ്ങുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്ന ഒരു 50 ബോളാണ്, ചിലപ്പോൾ ഒരു ബോളൊക്കെ പൊട്ടിയിരിക്കാം. കാരണം 50 ബോൾ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ബോൾ പൊട്ടിയതാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു 1 കോടിയുടെ ബോളിൻ്റെ ഒരു ബൾക്ക് പർച്ചേസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ബോളൊക്കെ ചിലപ്പോൾ പൊട്ടി നമുക്ക് കളയേണ്ടി വരും. അപ്പൊ അതിനർത്ഥം ബോൾ പൊട്ടിയതാവാനുള്ള പ്രോബിലിറ്റി അവിടെ ഉണ്ട്, പക്ഷെ ചെറിയ നമ്പറിൽ അത് പ്രകടമാവില്ല. നമ്പർ കൂടുമ്പോൾ പ്രോബിലിറ്റി, അതായത് ഇപ്പം അത് കേടായതാവാനുള്ള പ്രോബിലിറ്റി 1000-1 ഞാൻ 1000 ബോൾ വാങ്ങുമ്പോഴേ ഒരു ബോൾ പൊട്ടിയതായിട്ട് പ്രതീക്ഷിക്കാവൂ. പക്ഷെ ഞാൻ 1 കോടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 1,00,000 ബോൾ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാനീ പറയുന്നത്. അതായത് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളപ്പോൾ നമുക്ക് ഈ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാനും അത് കാണാനും പറ്റും. അപ്പോൾ ഒരുപാട് ഞാൻ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് ഞാൻ പറഞ്ഞത്. ഒരാള് വണ്ടർ അടിക്കുന്നത്, അയാളുടെ വണ്ടർ എന്ന് പറയുന്നത് അയാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ സാധ്യതയേ ഇല്ലാത്തതെന്നോ, ചിലപ്പോൾ അയാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ തെറ്റ് സംഭവിക്കാൻ സാധ്യത ഉള്ളതായിരിക്കാം. നമ്മളിപ്പോൾ കറുത്ത അരയന്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം അരയന്നം വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ഓസ്ട്രേലിയയിലുണ്ട്. അത് ഓസ്ട്രേലിയയിൽ കറുത്ത അരയന്നങ്ങൾ ഉണ്ട് എന്നുള്ള അറിവ് എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ധാരണയിൽ അത് വരാത്തത്. അപ്പോൾ അതുപോലെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അസാധ്യമെന്ന് കരുതുന്നതോ, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളപ്പോൾ പോലും അത് സംഭവിക്കാൻ തീരെ സാധ്യത കുറഞ്ഞ ലോ പ്രോബിലിറ്റി ഈവൻ്റ് ആകുന്നത് ഞാൻ കാണുമ്പോഴാണ് എനിക്ക് വണ്ടർ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പല സയന്റിസ്റ്റുകളും ഇങ്ങനെ ഇത്തരം ആലങ്കാരികമായിട്ടുള്ള അത്ഭുതം പ്രകടിപ്പിക്കുന്നതിന് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുകയാണ്. സം സൂപ്പർ ഇന്റലക്ട് ഹാസ് മങ്കീഡ് വിത്ത് ദ ലോസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇനി അവരത് വിശ്വാസിയാണെങ്കിലും ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്, വിശ്വാസിയായാലും. ഇതില് സാർ കുറച്ച് പോയിന്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് പ്രോബബിലിറ്റി കുറവാണെങ്കിലും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആശിഷ് എങ്ങനെയായിരിക്കും ഇതിനൊരു ആശിഷിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അതെ, അത് സാറ് നല്ല കുറേ പോയിന്റ്സ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാനൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ഐ മൈറ്റ് മിസ് സംതിങ്. സോ ഞാൻ ഒന്നൊന്നായിട്ടൊന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. ഫസ്റ്റ് ഒരു ഒബ്സർവേഷൻ സെലക്ഷൻ ഇഫക്റ്റ് ആണ്. അതായത് നമ്മൾ ഈ യൂണിവേഴ്സിലാണ്, ഈ യൂണിവേഴ്സിൽ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളിങ്ങനെ ഒരു യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ആകത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു ഡിബേറ്റിൽ ഇരിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇതിനൊരു എക്സാമ്പിളായിട്ട്, കൗണ്ടർ എക്സാമ്പിളായിട്ട് എനിക്ക് തരാൻ പറ്റുന്നത് ഒരു ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയെന്ന് വെച്ചോ. അപ്പം ആ ഫയറിംഗ് സ്ക്വാഡിൽ ഒരു 10 ഷൂട്ടേഴ്സ് ഉണ്ട്. ആ 10 ഷൂട്ടേഴ്സും ഒരു പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് നമ്മളെ വെടിവെക്കും. അപ്പോൾ വോളി ആഫ്റ്റർ വോളി ഇങ്ങനെ വെടി ഉണ്ടകൾ വന്നുകൊണ്ടിരുന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ രക്ഷപ്പെട്ട്, അതായത് ഒരു വെടി പോലും കൊള്ളാതെ രക്ഷപ്പെട്ടു. അപ്പോൾ വെളിയിൽ വരുമ്പോഴത്തേന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ഇതെങ്ങനെ ഇത് സംഭവിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ടല്ലേ ഈ ചോദ്യം ചോദിക്കുന്നത്, മരിക്കുമായിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. അതൊരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ആണോ? അല്ല. കാരണം പ്രോബബിലിസ്റ്റിക്കലി മേ ബി ആ ഇത്ര മില്യൺ അല്ലെങ്കിൽ ഇത്ര ട്രില്യൺ ഹ്യൂജ് നമ്പർ ആയിരിക്കാം, അതിലൊരു 1 പാർട്ട് ചാൻസ് കാണുമായിരിക്കും. ബട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നൊരു അസംഷനാണ് ഇറ്റ് വാസ് എ ഫെയർ വോളി അല്ലെങ്കിൽ ഇറ്റ് വാസ് എ ഫെയർ ഷൂട്ട് അല്ലേ. അതിന് വേറൊരു എക്സാമ്പിൾ കൊണ്ട് ഞാൻ അതിനെ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ചേട്ടൻ്റെ വീടിനടുത്തുള്ളൊരു സഹോദരന് ഒരു പ്രാവശ്യം ലോട്ടറി അടിച്ചു. ഓക്കെ, ഇത്രയും ലക്ഷം ആൾക്കാരിൽ ഒരു പ്രാവശ്യം ഒരാൾക്ക് ലോട്ടറി അടിക്കാം, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ചാൻസ്. പക്ഷെ പിറ്റേ ദിവസം ലോട്ടറി അടിച്ചു. അപ്പം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ഇറ്റ്സ് മച്ച് ഗ്രേറ്റർ. ഒരാൾക്ക് തന്നെ 2 ദിവസം അടുപ്പിച്ചടുപ്പിച്ചു. പിന്നെ 3-ാമത്തെ ദിവസമായി, 4-ാമത്തെ ദിവസമായി, 5-ാമത്തെ ദിവസം ആകുമ്പോഴത്തേന് ചേട്ടനൊരു സംശയം. അപ്പം ചേട്ടൻ ചെന്ന് ചോദിക്കുകയാണ് ഇത് ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാ ഒരു കുഴപ്പമില്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു പ്രോബബിലിസ്റ്റിക് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതൊരു സാറ്റിസ്ഫാക്ടറി ആൻസർ അല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ റോങ്ലി അസ്യൂമിങ് ദാറ്റ് ദ ലോട്ടറി ഈസ് ഫെയർ. ആ ഫെയർ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രൊബബിലിസ്റ്റിക് തെറ്റിലേക്ക് നമ്മൾ പോകുന്നത്. അതേസമയം ഒരു കൗണ്ടർ അസംഷൻ നമ്മൾ വെക്കുകയാണ്, ദാറ്റ് സംബഡി ഈസ് ചീറ്റിംഗ്, എന്തോ ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് അസംഷൻസ് കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് മോർ ലൈക്ലി? ദ ചീറ്റിംഗ് അസംഷൻ ഈസ് മോർ ലൈക്ലി ആൻഡ് മോർ ഫെയർ. ഇങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാ ലീഗൽ സിസ്റ്റംസും വർക്ക് ചെയ്യുന്നത്. ലീഗൽ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങളും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഈ ഒരു അസംഷൻ, നമ്മൾ അൺനോയിങ്ലി പോലും ഇങ്ങനെയുള്ള അസംഷൻസ് വെയിൻ ചെയ്തിട്ടാണ് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു പ്രോബ്ലം അല്ല ഫൈൻ ട്യൂണിങ് പ്രോബ്ലം. ദ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ഈസ്, ഏറ്റവും അടിസ്ഥാനത്തിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ നേച്ചർ ഓഫ് റിയാലിറ്റി? റിയാലിറ്റിയുടെ നേച്ചർ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഫൈൻ ട്യൂണിങ് കാണിക്കുന്നത്? അതുകൊണ്ട് അതിനൊരു ആൻസർ കിട്ടാതെ, അല്ലെങ്കിൽ അതിനൊരു റെസ്പെക്റ്റബിൾ സൊല്യൂഷൻ കിട്ടാതെ ഇത് ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് മേക്കിംഗ് എനി പ്രോഗ്രസ്. കാരണം ദിസ് ഈസ് ദ നേച്ചർ ഓഫ് റിയാലിറ്റി. ഇനി സാറ് പറഞ്ഞൊരു ഉദാഹരണം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, സാർ ആ സിംപ്ലിസിറ്റി, അതായത് വി ഷുഡ് നോട്ട് മൾട്ടിപ്ലൈ കോസസ്, അതാണ് ഒക്കാംസ് റേസർ. അപ്പോൾ അത് ഉദാഹരണത്തിന് ഞാനിപ്പം വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് ഈ എൻ്റെ ഗാർഡൻ മൊത്തം സാർ പറഞ്ഞ സിമിലർ ആയിട്ടുള്ള ഉദാഹരണം നനഞ്ഞു കിടക്കാമെന്ന് വെച്ചോ. അപ്പം ഞാൻ അസ്യൂം ചെയ്യുക മഴ പെയ്തായിരുന്നു. ഓക്കെ, സോ മഴ എപ്പം പെയ്തു, എങ്ങനെ പെയ്തു എന്നുള്ള ചോദ്യം എനിക്ക് ഉത്തരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദാറ്റ് അസംഷൻ ഹാസ് സം വാലിഡിറ്റി. പക്ഷേ ഞാൻ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ റോഡൊന്നും നനഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് ഒരു പീസ് ഓഫ് എവിഡൻസിനും കൂടെ കിട്ടി. ഞാൻ മേളിലോട്ട് നോക്കുമ്പോഴത്തേന് ആകാശം വളരെ ക്ലിയർ ആണ്, ക്ലൗഡ്സ് ഒന്നുമില്ല. അപ്പം റെയിൻ ഹൈപ്പോത്തസിസ് കുറച്ചുകൂടെ വീക്കറായി. ഞാൻ നോക്കുമ്പോഴത്തേന് 2 ബക്കറ്റും ഒരു മഗ്ഗും അവിടെ കിടക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ആരോ വെള്ളം നിറച്ചിട്ട് ഇവിടെ തിളച്ച. അപ്പം ആ ഒരു ഹൈപ്പോത്തസിസ്, അതായത് സംബഡി ഡിഡ് ദിസ്, ആരോ ഇത് ചെയ്തതാണ് എന്ന് ഉള്ളതിനുള്ള തെളിവാണ്. ഇനിയും ഇത് എങ്ങനെ ചെയ്തു, ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ദിസ് എക്സ്പ്ലനേഷൻ ഈസ് ദ മോസ്റ്റ് സിമ്പിൾ എക്സ്പ്ലനേഷൻ. അതായത് ഇനി എനിക്ക് ജീവിതകാലത്തിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും ഇതാരോ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾ ചെയ്തതാണെന്നുള്ള ഇതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഈ മഴയുടെ ഹൈപ്പോത്തസിസ് നിഗ്ലക്ട് ചെയ്തിട്ട് ഈ ഒരു കൗണ്ടർ ഹൈപ്പോത്തസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണ്. ഇങ്ങനെയാണ് സയൻസും ഇൻഫറൻസ് അല്ലെങ്കിൽ അബ്ഡക്റ്റീവ് റീസണിംഗ് എന്നൊക്കെ നമുക്ക് ജനറലി വിളിക്കാം. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്, പക്ഷേ കുറച്ചുകൂടെ ലൂസ്ലി നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് അതിനെ കാണാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരാൾ പറയുക ഏലിയൻ വന്ന് വെള്ളം നനച്ചിട്ട് പോയതാ, ആ ഹൈപ്പോത്തസിസിനും ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ദിസ് ഹൈപ്പോത്തസിസ് ഇസ് മോർ വാലിഡ്, ദെർഫോർ വി അക്സെപ്റ്റ് ഇറ്റ്, അല്ലേ? അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഫൈൻ ട്യൂണിങ്ങിന് നമുക്ക് തരാൻ പറ്റുന്ന ഹൈപ്പോത്തസിസ് എന്തൊക്കെയാണ്? വൺ ഈസ്, ഒരു പക്ഷേ സാർ അംഗീകരിക്കും, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ ബ്രൂട്ട് ഫാക്ട്, അല്ലേ? ഇതിങ്ങനെയാണ്, അതിന് വേറെ ദർ ഇസ് നോ അതർ ഓപ്ഷൻ. അല്ലെങ്കിൽ സെക്കൻഡ്ലി നമുക്ക് പറയാൻ പറ്റും കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടുള്ളൊരു ഇതാണ്. ദർ കുഡ് ഹാവ് ബീൻ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ്. എന്തുകൊണ്ടോ നമ്മൾ ഈ ഒരു പോസിബിലിറ്റിയിലാണ് നിൽക്കുന്നത്. തേർഡ് ഈസ് ദാറ്റ് ദർ ഈസ് എ ഇൻ്റലിജൻറ്റ് കോസ് ടു ദ യൂണിവേഴ്സ്. ഇനിയും ഇതിനകത്തുനിന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് ഹൈപ്പോത്തസിസ് ഞാൻ മനസ്സിലാക്കുന്നത്, മേ ബി ഹി വിൽ ഡിസഗ്രി വിത്ത് ഇറ്റ്, ബട്ട് ഈ ഒരു കോമൺ സെൻസിക്കൽ ആംഗിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ദ സിംപ്ലസ്റ്റ് ഹൈപ്പോത്തസിസ് ഇസ് ദാറ്റ് ഇത്രയും ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദർ ഇസ് എ കോസ് ഓർ എ ഡിസൈനർ. അതൊരു ഇൻ്റലിജൻറ്റ് കോസ് ആയിരിക്കണം. കാരണം ഇൻ്റലിജൻറ്റ് കോസിന് മാത്രമേ ഇൻ്റലിജൻറ്റ് എഫക്ട്സ് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ യൂണിവേഴ്സ്, ഇഫ് ഇറ്റ് ഈസ് ഇൻ്റലിജൻറ്റ്, ഇഫ് ഇറ്റ് ഹാസ് ഇൻ്റലിജൻറ്റ് ലൈഫ്, ദെൻ ദ കോസ് ഹാസ് ടു ബി somebody who is intelligent. It cannot be just a material cause. That is the most simplest explanation. അല്ലേ? അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ. മറ്റ് എക്സ്പ്ലനേഷൻസ് ഒരിക്കലും ഇറ്റ് ഈസ് എ പോസിബിൾ എക്സ്പ്ലനേഷൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ മോസ്റ്റ് പ്രോബബിൾ എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ ദിസ് ഈസ് എ യൂണിവേഴ്സ് ദാറ്റ് യു എക്സ്പെക്ട് ടു സീ. ഇങ്ങനൊരു യൂണിവേഴ്സിനെയാണ് നാം കാണേണ്ടത് ഇഫ് ദർ ഇസ് എ ഡിസൈനർ. കൗണ്ടറായിട്ട് ഇഫ് ഒരു എത്തിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്യൂർലി മറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള യൂണിവേഴ്സ് ആണെങ്കിൽ
ഞാൻ സാറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ പറയും, നമ്മൾ ഒരിക്കലും ഈ ഡിബേറ്റ് ചെയ്യത്തില്ല, ബിക്കോസ് ദർ വുഡ് ഹാവ് ബീൻ നോ ലൈഫ്. ഇനി ആ കോൺസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് അവിടെ എനിക്കൊരു ക്ലാരിറ്റി വരുത്താനുള്ളത്, ഇതിനകത്ത് ഈ കോൺസ്റ്റൻസ് നമ്പറിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ബിക്കോസ് ദാറ്റ് നമ്പർ ക്യാൻ ചേഞ്ച് നമ്മൾ ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഞാൻ പറയുന്നത് there are these constants that appear, that could be any number. നമ്മൾ വേറൊരു രീതിയിലുള്ള ഒരു മാത്തമാറ്റിക്സ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പം വേറൊരു നമ്പേഴ്സ് ഞാൻ എടുത്ത് പറഞ്ഞത് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഓക്കെയാണ്, നമ്പർ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാനതാണ് ആ പ്രൊപ്പോർഷൻ ഉള്ള മറുപടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രൊപ്പോർഷൻ ഉണ്ടെന്ന് പറയാം, നമ്മൾ പലപ്പോഴും ആ ആർഗ്യുമെന്റ് നമ്പറിൽ കുടുങ്ങി പോയതൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞു. കറക്റ്റ് വേ ഈസ് ആ ഫാക്ടർ, ഫാക്ടർ കുഡ് ഹാവ് ബീൻ ഈ പെർസെന്റേജ് ഡിക്രീസിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ നോക്കാം. ഐ തിങ്ക് മോർ നുവാൻസ്ഡ്. I'll make that correction. പക്ഷേ അതിൽ കൂടെ തന്നെ what I want to point out is that ഈ 1970s തോന്നുന്നു യൂജീൻ വിഗ്നർ, ഐ തിങ്ക് ഹി വാസ് എ മാത്തമാറ്റിക്കൽ ഫിസിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പേപ്പർ ഉണ്ട്, ദ അൺറീസണബിൾ എഫക്റ്റീവ്നെസ് ഓഫ് മാത്തമാറ്റിക്സ്. അതപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഇഫ് ദ യൂണിവേഴ്സ്, അതായത് യൂണിവേഴ്സിനെ നമുക്ക് ഇന്റലിജന്റ്ലി സ്റ്റഡി ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഈ വെള്ളം അല്ലെങ്കിൽ ഈ ഫോൺ ഞാൻ എടുത്ത് എറിയാന്ന് വെച്ചോ, സാറിന് ഇവിടെ ഇരുന്ന് വെറും ഒരു കഷ്ണം പേപ്പറും ഒരു പേനയും യൂസ് ചെയ്തിട്ട് അത് എവിടെ പോയി വീഴുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രഡിക്റ്റ് ചെയ്യുന്ന ഈ എഴുതുന്ന മൊത്തം എന്താണ്? ലോസ് ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻസ് ആണ്, ലോസിനെ ബേസ്ഡ് ഉള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ ലോസ് ഹാസ് സം സോർട്ട് ഓഫ് റെഗുലാരിറ്റി ടു ഇറ്റ്. ഇന്ന് നടക്കുന്ന കാര്യമാണ് നാളെ നടക്കാൻ പോകുന്നത്. അതായത് ഈ വെള്ളം ഞാൻ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ താഴെ വീഴും അല്ലേ, അത് തന്നെയാണ് നാളെ നടക്കുന്നത്. ഒരു റിപ്പീറ്റബിലിറ്റി ഉണ്ട്. മാത്രമല്ല ഈ റിപ്പീറ്റബിലിറ്റി നമുക്ക് ഫാക്ടർ ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നിർബന്ധമൊന്നുമില്ല ഇങ്ങനൊരു യൂണിവേഴ്സിൽ നടക്കണം, അതായത് ഇങ്ങനൊരു യൂണിവേഴ്സ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നേരെ തിരിച്ച് വേണമെങ്കിൽ നടക്കാം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം. ബട്ട് ബിക്കോസ് വി ആർ ഇൻ എ യൂണിവേഴ്സ് that is intelligent, that can be intelligently studied, that can be intelligently understood. Mathematics, the unreasonable effectiveness of mathematics is a beautiful paper. Adu alkar if you can access that, it's freely accessible, but adu vaichu access cheyan pattuengil it's good to think about it. Karanam mathematics is not something that we invent. I mean, it is again minority aayittulla alkar parayum we are inventing it, but I don't believe that. Still ongoing debate whether it's discovered or invented. It is an ongoing debate, but if you genuinely ask a mathematician, I think the debate is tilted to the position that it is discovered. Yeah, because we only invented the notations and conventions. Correct. Mathematics is out there and you are kind of, it's ഒരു platonic സ്പേസിൽ കിടക്കുന്ന ഒരു സംഭവം എന്നൊക്കെ വേണമെങ്കിൽ. സോ അത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, more than it pointing to a designer, what I would rather reframe is, this universe is more probable under theism rather than atheism. സാർ ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കാം. അതായത് അപ്പോൾ ഇപ്പം ആശിഷ് പറയുന്ന വെച്ചിട്ട് ഫൈൻ ട്യൂണിങ് ഈസ് എ റിലീജിയസ്, എന്താ പറഞ്ഞ റിലീജിയസ് ഐഡിയ ആണെന്ന് സാറിന് അപ്പം തോന്നുന്നുണ്ടോ? അതോ ഈ വന്ന കേട്ടിട്ട്? ഫൈൻ ട്യൂണിങ് ആസ് സച്ച് ഒരു റിലീജിയസ് ഐഡിയ അല്ല. എനിക്കതിനകത്തുള്ള അതിനുള്ള ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഒന്ന് ആശിഷ് പറഞ്ഞതിനകത്തൊരു വേർഡ് എനിക്ക് ഒന്ന് കറക്ഷൻ ചെയ്യണമെന്ന് തോന്നി. അത് ഫൈൻ ട്യൂണിങ് ഈസ് നോട്ട് എ പ്രോബ്ലം. അതായത് അതൊരു പ്രോബ്ലം ആകുന്നത്, ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ആസ് ഫാർ ആസ് സയൻറ്റിഫിക് ഡിസ്കവറീസ് ആർ കൺസേൺ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സയൻസ് യൂണിവേഴ്സിനെ കുറിച്ചിട്ടുള്ള ഫാക്ട്സും പരസ്പരം ബന്ധങ്ങളും ഒക്കെ റിവീൽ ചെയ്യാനുള്ളൊരു ടൂളാണ്. അപ്പോൾ അത് റിവീൽ വരുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഫാക്ട്സിൻ്റെ ഒരു മെറ്റാ അനാലിസിസ് നമ്മളെപ്പോഴും നടത്തും. ഇതിൻ്റെ ഹോൾ പിക്ചർ എന്താണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ അതുവരെ ചെയ്തു വന്ന, ഞാൻ ആദ്യം പറഞ്ഞ ആർഗ്യം, മനുഷ്യൻ ഏജന്റ് സീക്കിംഗ് പോലുള്ള മനുഷ്യൻ സ്ഥിരം പാറ്റേൺ സീക്കിങ്ങിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ അവിടെ കണ്ടെത്താനുള്ളൊരു അതൊരു പ്രോബ്ലം ആകുമ്പോഴാണ് നമുക്കത് ആ ഫൈൻ ട്യൂണിങ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അതൊരു പ്രോബ്ലം ആകുന്നത്, അതായത് ഫൈൻ ട്യൂണിങ് ഇത് ആസ് സച്ച് ഒരു റിലീജിയസ് ഐഡിയ അല്ലെങ്കിലും ഫൈൻ ട്യൂണിങ് ഒരു പ്രോബ്ലം ആകുന്നത് റിലിജിയനാണ്. കാരണം റിലിജിയൻ നിൽക്കുന്നത് ബേസിക്കലി ഈ ഒരു ഏജന്റിന്റെ ബേസിലാണ്. അപ്പോൾ ഫൈൻ ട്യൂണിങ്ങിന് ഒരു ഏജന്റ് ഇല്ല എന്ന ആർഗ്യുമെന്റ് റിലിജിയൻ ഒരു പ്രോബ്ലമാണ്, ബിക്കോസ് ഇറ്റ് റെഫ്യൂട്ട്സ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റിനെ കൂടുതൽ യൂസ് ചെയ്യുന്നത്
റിലീജിയസ് ഡിസ്കോഴ്സസിലാണ്. അതിൻ്റെ കാരണം ഇതാണ്, റിലിജിയൻ്റെ ആർഗ്യുമെൻറ്റ്സിലാണ് അതൊരു പ്രോബ്ലം ആയിട്ട് പോസ് ചെയ്യുന്നത്. ഇപ്പോൾ സയൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സയൻസ് ഇത് ഇന്ന കോൺസ്റ്റൻസ് ഇത്രയാണ്, വേറൊരു അൺനോൺ കോൺസ്റ്റന്റ് ഉണ്ടോ, അത് എത്രയാണ്, അങ്ങനെയാണ് പലപ്പോഴും. അതായത് കൂടുതലും അത്തരം കാര്യങ്ങളാണ് സയൻസിന്റെ കൺസേൺ. വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ്, അപ്പോൾ വൈ ദിസ് റിലേഷൻഷിപ്പ് ഈസ് ദെയർ, ആ ക്വസ്റ്റ്യൻ പൊതുവെ സയൻസിനൊരു വിഷയമല്ല. അതൊരു ശരിക്കും ഒരു ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ് ആണ്. വി ആർ സീക്കിംഗ് പർപ്പസ്. അങ്ങനെ ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് പേഴ്സണലി ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്ലി വെദർ എനിക്കൊരു ദൈവം ആവശ്യമുണ്ടോ, ഞാനൊരു എത്തീസ്റ്റ് ആണ്. ഐ വുഡ് ലൈക്ക് എ ഗോഡ് if he was there. I have nothing against God. ഞാനൊരു എത്തീസ്റ്റ് ആകുന്നതിന് കാരണം ഐ ഡോണ്ട് ഹാവ് ഇനഫ് റീസൺസ് ടു ബിലീവ് ദർ ഇസ് എ ഗോഡ്. അതാണ് എൻ്റെ റീസൺ. അല്ലാതെ ഗോഡ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയോട് എനിക്ക് എന്തെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ടോ അങ്ങനെ അതിൽ വിശ്വസിക്കുന്ന ആളുകളോട് എന്തെങ്കിലും പ്രശ്നമുള്ളൂ, അതൊന്നും അല്ല എൻ്റെ പ്രിമൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗോഡ് നോട്ട് ആൻറ്റി ഗോഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗോഡ് ഈസ് നോട്ട് എ കൺസേൺ. അതാണ് എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ പേഴ്സണലി ഐ വുഡ് ലൈക്ക് എ ഗോഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ കംഫർട്ടബിൾ ഐഡിയ, ഗിവ്സ് സം കംഫർട്ട്. ബിക്കോസ് ഇഫ് ഇമാജിൻ ദർ ഈസ് ഒരു എത്തീസ്റ്റ് എന്നോ തീസ്റ്റ് എന്നോ നോക്കാതെ ഒരാൾ സങ്കല്പിക്കുന്നു, അയാളുടെ അതിനെക്കുറിച്ചുള്ള അയാളുടെ നിലപാടോ ധാരണയോ മാറ്റി വെച്ചിട്ട് ആലോചിക്കുകയാണ്. ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളിലും ഇവിടുത്തെ ഓർഡറും ഇതിനകത്തുണ്ടാകുന്ന പരസ്പര ബന്ധങ്ങളും ഇതിനെ ഗവേൺ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ക്രമങ്ങളും റെഗുലാരിറ്റീസും നിയന്ത്രിക്കുന്ന ഒരു ഏജന്റ് ഉണ്ട്. ആ ഏജന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് എനിക്ക്. അത് എന്തെങ്കിലും മാർഗം, ബൈ സം പ്രാക്ടീസ്. ഭയങ്കര കംഫർട്ടബിൾ ഐഡിയ ആണ് എന്നെ സംബന്ധിച്ചുള്ള. കാരണം ഇഫ് സംതിങ് ക്യാൻ ഗോ റോങ് ആൻഡ് ദിസ് പേഴ്സൺ ഓർ ദിസ് ഏജന്റ് ഹാസ് കൺട്രോൾ ഓവർ ഇറ്റ് ആൻഡ് ഐ ക്യാൻ ഇൻഫ്ലുവൻസ് ഹിം. സോ ദാറ്റ് ഈസ് എ ഹോപ്പ്. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാൻ കരുതുന്നത് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ഐഡിയ. സോ ഐ വുഡ് റിയലി ലവ് ഇറ്റ് ഇഫ് ദർ വാസ് സച്ച് എ ഗോഡ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വാക്ക് വിത്ത് ഇൻവേർട്ടഡ് കോമ ദർ ഇസ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഡോണ്ട് സീ ദ പോസിബിലിറ്റി. ഞാൻ ആ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് വരാം. അതായത് ഈ ഫയറിംഗ് സ്ക്വാഡിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ അയാൾക്ക് മാത്രം ബുള്ളറ്റ്സ് ഏൽക്കുന്നില്ല, അയാൾ ഹിറ്റ് ചെയ്യുന്നില്ല. ബാക്കി എല്ലായിടത്തും റാൻഡമായിട്ട് മഴ പോലെയാണ് ബുള്ളറ്റ്, അയാൾക്ക് പെയ്യുന്നില്ല. സോ നാച്ചുറലി വി ക്യാൻ ഡൗട്ട് ദാറ്റ് ദർ ഇസ് സംതിങ് ഇൻവോൾവ്. അതൊരു ബ്രൈബ് ആകാം, അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്ന കാര്യത്തിൽ അയാൾക്ക് തന്നെ എല്ലാ ലോട്ടറി അടിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ഫൗൾ പ്ലേ നമുക്ക് സംശയിക്കാം. അപ്പൊ ഇതൊരു വളരെ, അതായത് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ ഓക്കാം ഫ്രേസറിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണിത്. കാരണം മിനിമം അസംഷൻസ് വേണ്ടത്, മറ്റു റൂൾസ് ഒന്നും ഇല്ലാത്തപ്പോഴും ഈ നമ്മുടെ ബക്കറ്റ് മഗ്ഗിരിക്കുന്നു. ഇറ്റ് പോയിന്റ്സ് ടു സംതിങ് വെരി വെരി പ്രോബബിൾ കോസ്. അതെല്ലാം വളരെ വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. ആ ആർഗ്യുമെന്റ്സ് നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സിന്റെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം, ആ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ഐറ്റം, ഉദാഹരണത്തിന് ബ്രൈബ് എന്ന് പറയുന്നത് സെയിം. നമ്മൾ ആ ഫയറിംഗ് സ്ക്വാഡിൻ്റെ എക്സാമ്പിളിലേക്ക് വരാം. ആരോ ആ ഫയറിംഗ് ചെയ്ത ആളുകളെ, ആ ഏജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. ദർ ഇസ് നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ഈസ് വൈ. അത് വൈ എന്ന് വരുന്നത് മനുഷ്യനായതുകൊണ്ടാണ്. നമുക്കറിയാം അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ദാറ്റ് ഇൻഫ്ലുവൻസ്. ഒരുപക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളിന് അയാൾ ജീവനോടെ വേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഇവനെ വേറെന്തെങ്കിലും രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം അയാൾക്കുണ്ടാകാം, അല്ലെങ്കിൽ അയാൾ ഇവനിൽ നിന്നും ഫേവർ റിസീവ് ചെയ്തിട്ടുണ്ടാകാം. അത് ഈ ഫയർ ചെയ്യുന്ന ആളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ, വി ആർ ഷുവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ റിയൽ പേഴ്സൺ. കാരണം ദാറ്റ് ഈസ് എ വെരി പ്രോബബിൾ തിങ്. അതൊരു ഏലിയൻ ആവാനുള്ള സാധ്യത നമ്മൾ പറയില്ല. That person has some connection with this. There is some mechanism involved. Okay, these are all really physical thing. But this is that person, that influence is outside the firing squad and the person in front of the firing squad. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന പ്രോബ്ലം ഇറ്റ് അപ്ലൈസ് ടു എവറി nook and corner of the non universe. Okay, so അപ്പോൾ ഇതേ ലോജിക്ക് അങ്ങോട്ട് കൊണ്ടുവന്നാൽ there should be someone involved എന്ന് പറയുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് മോർ പ്രോബ്ലംസ് ദാൻ ഇറ്റ് സോൾവ്സ്. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആർഗ്യുമെന്റ്. അതായത് ഒക്കാംസ് റേസറിൽ നമ്മളൊരു പുതിയ ആൻസർ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്ത എവിഡൻസ് ആക്സസ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഒരു ആൻസറായിട്ട് ഒരു പുതിയ ഒരു ആൻസർ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ ഒരു ആൻസർ നമ്മൾ നിലവിലുള്ള നമ്മളെ കുഴക്കുന്ന ഒരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ മറ്റു പുതിയ പ്രോബ്ലംസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ള പ്രശ്നം കൂടെ ഉണ്ട്. ഇവിടെ അതാണ് പ്രശ്നം. See, there is a person, there is a creator that has designed and created things like this.
നമ്മൾ ആ ആൻസർ അവിടേക്ക് കൊണ്ടുവരാണ്. വി തിങ്ക് ദാറ്റ് സം ട്യൂണിങ് ഈസ് ഇൻവോൾവ്ഡ്. And as far as we know, whenever there is a tuning, there is someone that tunes it. ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റ്. വെദർ ദിസ് ആർഗ്യുമെന്റ് ഈസ് ആപ്ലിക്കബിൾ ടു യൂണിവേഴ്സ് ആസ് എ ഹോൾ എന്ന് പറയുന്നത് വളരെ പ്രശ്നം പിടിച്ചൊരു ചോദ്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സ് ഒരെണ്ണമേ ഉള്ളൂ. വി ഹാവ് ഓൺലി വൺ ഡാറ്റ പോയിന്റ്. ബാക്കി നമ്മൾ സയൻസിൽ ഇത്തരം ആർഗ്യുമെന്റിലൂടെ നമ്മൾ മനുഷ്യരെ കുറിച്ച് നമ്മൾ പൊതുവിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരെ അറിയാം, അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ ആനകളെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പൊതുവിൽ വസ്തുക്കളെ കുറിച്ച്, മെറ്റീരിയൽസിനെ കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് അതുപോലെ ഒരുപാട് സാമ്പിളുകളുണ്ട്. യൂണിവേഴ്സിനെ കുറിച്ച് അങ്ങനെ പറയാൻ നമുക്ക് ആകെ ഒരു സാമ്പിളേ ഉള്ളൂ. അപ്പം നമ്മളത് മനസ്സിലാക്കുന്നതെല്ലാം, നമുക്ക് നിലവിൽ അറിയാവുന്ന കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിനകത്തുള്ള അതിനെ കമ്പോണൻസിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ തിയറികളെല്ലാം ഉണ്ടാക്കുന്നത്. ഈ യൂണിവേഴ്സിനെ മൊത്തത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോജിക്ക് അതേപടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് പ്രോബ്ലമാണ്. കാരണം നമ്മൾ ഈ അപ്ലൈ ചെയ്തേക്കുന്ന എല്ലാം ഈ യൂണിവേഴ്സിൻ്റെ ഇൻറ്റേർണൽ പാർട്സിനകത്താണ്. യൂണിവേഴ്സ് പോലൊരു യൂണിവേഴ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്കതങ്ങനെ പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഈ ലിമിറ്റഡ് ആക്സസ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഫയറിംഗ് സ്ക്വാഡിൻ്റെ എക്സാമ്പിളും ബക്കറ്റും വെള്ളവും എന്ത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അത് എത്ര എക്സോട്ടിക് ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും, എത്ര എക്സോട്ടിക് ആയിട്ടുള്ള പരസ്പര ബന്ധം എടുത്തു കഴിഞ്ഞാലും, അതെല്ലാം ഈ യൂണിവേഴ്സിൻ്റെ അകത്ത് അതിൻ്റെ ഇൻഫൈനറ്റ് നമ്പർ ഓഫ് ആസ്പെക്റ്റുകളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അത് ലോജിക്ക് എടുത്ത് ഇത് മുഴുവൻ, ഇപ്പോൾ എൻ്റെ ചെറിയ കൈയുടെ ഈ ഭാഗത്തെ പ്രത്യേകത വെച്ച് എൻ്റെ ശരീരത്തെ മുഴുവൻ എനിക്ക് അളക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആക്സസ് ആയിട്ടുള്ള ഇതിനകത്തുള്ള പാർട്സേ നമുക്കറിയും. അപ്പോൾ ആസ് എ ഹോൾ യൂണിവേഴ്സിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതൊരു സീരിയസ്, അതിനൊരു ആൻസർ ഇല്ല നിലവിൽ. കാരണം അത് യൂണിവേഴ്സ് ഈസ് ഓൺലി ഡേറ്റ പോയിന്റ് വി ഹാവ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് ആസ് എ ഹോൾ ഈ ലോജിക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ സീക്ക് ചെയ്യുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ബാക്കി എല്ലാത്തിനും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ആലോചിക്കുകയാണ്. സോ ദർ ഈസ് എ ക്രിയേറ്റർ. സെ ഫോർ ദ time being we solved the problem by invoking the idea that there is a creator. അപ്പോൾ അത് പുതിയ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും. Then what laws govern the creator? Who created that creator? കാരണം നമ്മൾ കരുതുന്നത് ഇതിങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ, ഈ ഇൻ്റലിജൻ്റ് ആയിട്ട് സംഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ there should be a more intelligent creator. Then ഈ ആർഗ്യുമെൻ്റ് അവിടെയും വരും. അത്ര ഇൻ്റലിജൻ്റ് ആയിട്ട് ക്രിയേറ്റർ ഉണ്ടെങ്കിൽ ആ ക്രിയേറ്ററിനെയും ഒരാൾ ഉണ്ടാക്കണം. ദെൻ അതാരാണ് ആ ക്രിയേറ്റർ? ഇതൊരു ഇൻഫൈനൈറ്റ് ചെയിൻ പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ പോകും. നമുക്കത് എവിടെയെങ്കിലും നിർത്തേണ്ടി വരും. സോ we for the time being we assume that so there is no creator for the create, because ഈ ചെയിൻ എവിടെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ നമുക്ക് അതിന് മുമ്പേ അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. യൂണിവേഴ്സിനും ക്രിയേറ്റർ ആവശ്യമില്ല, അവിടെ ഞാൻ നിർത്തുക. കാരണം നമ്മൾ എന്ത് ലോജിക്കാണോ നമ്മുടെ ആ ക്രിയേറ്ററിലേക്ക് എത്തിക്കുന്നത്, ആ ലോജിക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പം there is of course a problem that we do not have access beyond the universe. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളുണ്ട്. പക്ഷെ നമ്മളുടെ യൂണിവേഴ്സിൽ ഒരു ക്രിയേറ്റർ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ആ സാധ്യത നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് കാണുന്ന പാറ്റേൺസ് ഇറ്റ് ഈസ് ഭയങ്കര റാൻഡം അല്ല. അത് ഒരുപാട് ടു മച്ച് ഓഫ് എ കോൺഫിഡൻസ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരാൾ ലോട്ടറിയുടെ കാര്യത്തിലോ നമ്മളൊക്കെ പറഞ്ഞതുപോലെ സം മെക്കാനിസം ഈസ് ഇൻഫ്ലുവൻസിങ് എന്നൊരു ആർഗ്യുമെന്റ്. ഇവിടെ എല്ലാം ലോജിക്ക് വാലിഡ് ആകുന്നത് ദർ ഇസ് എ ഫിസിക്കൽ മെക്കാനിസം ദാറ്റ് ക്യാൻ കണക്ട്. എന്തെങ്കിലും ഒരു മെക്കാനിസം ഉണ്ട്, അത് തമ്മിൽ ഒരു ഫിസിക്കൽ കണക്ഷനാണ് അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷനാണ്, എന്തെങ്കിലും ഒരു മെക്കാനിസം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിന് പുറത്തേക്ക് ഈ ലോജിക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മെക്കാനിസങ്ങളെല്ലാം നമ്മൾ പിന്നെ കണ്ടെത്തേണ്ടി വരും. സോ നമുക്ക് ഒരു ആക്സസും ഇല്ലാത്ത ഇൻഫർമേഷനാണ്, നമുക്ക് സ്പെക്കുലേഷൻസ് മാത്രമേ സാധ്യമാവുള്ളൂ. ആ സ്പെക്കുലേഷന് പോലും ലിമിറ്റേഷൻ ആണ്, കാരണം വി ഡോണ്ട് ഹാവ് എനി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ അവിടെ കാണുന്ന പ്രോബ്ലം അതാണ്. ഈ യൂണിവേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഈ തായം കളിക്കുന്ന ഒരു ചെറിയ മേഖലയ്ക്കകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യും. ആ സെയിം ലോജിക്കിലേക്ക് ബാക്കി എല്ലാ വസ്തുക്കളിലും അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് യൂണിവേഴ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നതിനകത്താണ് ഈ പറയുന്ന വസ്തുക്കളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ആസ് എ ഹോൾ ആ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഈ പ്രോബ്ലം ഓഫ് എ ക്രിയേറ്റർ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് എ ഹ്യൂമൻ നീഡ്, ഒരു ഇമോഷണൽ നീഡ്. നമ്മൾ ഇമോഷണൽ എന്നോ അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ നീഡെന്നോ പറയാം. നമ്മൾ ഇതുവരെ ശീലിച്ച നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ അങ്ങനെ ഒരു നീഡ് കൊണ്ടുവരുന്നു. പക്ഷേ ആസ് എ സയൻറ്റിസ്റ്റ് ഞാൻ കാണുന്ന പ്രോബ്ലം, ദിസ് ആൻസർ ക്രിയേറ്റ്സ് മോർ ക്വസ്റ്റ്യൻസ് ദാൻ ഇറ്റ് ആൻസേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഐ ഫൈൻഡ് ഇറ്റ് ബെറ്റർ ദാറ്റ് വി സ്റ്റോപ്പ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ അറ്റ് ദ യൂണിവേഴ്സ് ഇറ്റ് സെൽഫ്. വി ഡോണ്ട് നോ. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു തെളിവ്, യൂണിവേഴ്സിന് എക്സ്റ്റീരിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസിന് ഒരു തെളിവ് വരികയാണെങ്കിൽ ദെൻ വി ക്യാൻ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അതുവരെ ഐ ഡോണ്ട് സീ എ റീസൺസ്. അതാണ് എൻ്റെ ഇതിനകത്തുള്ള നിലപാട്. കേരളത്തിൽ ഇന്ന് കാണുന്ന നിരീശ്വരവാദി ചിന്താധാരയെ ആശയപരമായി കണ്ണിക്കാൻ നിലകൊള്ളുന്ന
ഗ്രേസൽസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോ ലഭ്യമാക്കുവാൻ വേണ്ടി അഹോരാത്രം വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ അണിയറ സംഘത്തിലേക്ക് ഭാഗമാകുവാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഉടൻ കോൺടാക്റ്റ് ചെയ്യൂ. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കഴിവുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാം. ഇനി വീഡിയോയിലേക്ക് മടങ്ങാം. ഓക്കെ, പറഞ്ഞു ആശിഷ് പറഞ്ഞു. വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം പക്ഷേ ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പം സാറി കോസിൻ്റെ കോസൊക്കെ പറയുമ്പോഴത്തേന് വി ആർ അസ്യൂമിങ് ദാറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സും അതിൻ്റെ കോസിനും, അപ്പോൾ സാർ അത് പറഞ്ഞപ്പോൾ സാർ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി അസ്യൂം ചെയ്ത് കഴിഞ്ഞ് ഈ യൂണിവേഴ്സും അതിൻ്റെ കോസിനും സിമിലർ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിരിക്കണം. ഇതിപ്പോൾ നമ്മൾ ആഷർ RCക്ക് റിപ്ലൈ കൊടുത്തപ്പോഴത്തേന് ഇത് സെയിം ക്വസ്റ്റിന് അവൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. മൊണാലിസയെ ഡാവിഞ്ചി വരച്ചെങ്കിൽ ഡാവിഞ്ചി ആര് വരച്ചു? ഐ മീൻ ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇല്ലോജിക്കൽ ബിക്കോസ് ബോത്ത് ആർ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. കാരണം മൊണാലിസ ഒരു പെയിൻറ്റിംഗ് ആണ്, ഇറ്റ് ഹാസ് ടു ബി ഡ്രോൺ. പക്ഷേ ഡാവിഞ്ചി ഒരു പെയിൻറ്റിംഗ് അല്ല. ഡാവിഞ്ചി അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഡാവിഞ്ചി ഒരു പെയിൻറ്റിംഗ് അല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നമ്മൾ ഈ യൂണിവേഴ്സിന് വെളിയിലൊരു ഏജന്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു ധാരണയുമില്ലാത്ത ഏജന്റിനെയാണ് അവിടെ വെക്കുന്നത്. ബാക്കി നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. വി ഡോണ്ട് ഹാവ് എവിഡൻസസ്, വി ഡോണ്ട് ഹാവ് ഡയറക്റ്റ് ആക്സസ്, വി ഡോണ്ട് ഹാവ് മെഷേഴ്സ്. ഓക്കെ, ഈ അതിനകത്ത് ഐ വിൽ ടോട്ടലി എഗ്രി വിത്ത് യു ഫോർ എ മൊമെന്റ്. കാരണം നമ്മളിവിടെ നോക്കുന്നത് എംപെരിക്കൽ എവിഡൻസസ് ആണ്, അല്ലേ? അതായത് ദിസ് ഈസ് അണ്ടർ ദ ഡൊമൈൻ ഓഫ് ഫിസിക്സ്, അണ്ടർ ദ ഡൊമൈൻ ഓഫ് ഹ്യൂമൻ ആക്സസ് അല്ലേ? പക്ഷെ മാത്തമാറ്റിക്സ് ഇസ് നോട്ട് അണ്ടർ എംപെരിക്കൽ ആക്സസ്, അല്ലേ? അപ്പം അതായത് ഇറ്റ് ഈസ് മച്ച് മോർ അബ്സ്ട്രാക്ട്, അല്ലേ? ഇപ്പം മാത്തമാറ്റിക്സിനെ പ്രീ സപ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫിസിക്സിനെ ചെയ്യുന്നത്. അവിടെ ഈവൻ മെറ്റഫിസിക്സ് ഇസ് റിജിഡ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇപ്പം നമ്മൾ പൊതുവെ ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും വി ത്രോ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദെൻ വി ഡോണ്ട് ലുക്ക് ഫോർ ആൻസേഴ്സ്. പക്ഷേ ദർ ഈസ് എ റിജിഡ് സിസ്റ്റം, ലോജിക്, ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്, ഇതിനകത്ത് ഒരു റിജിഡിറ്റി ഉണ്ട്. അതായത് ഈ ലോജിക്കിന്റെയും ആർഗ്യുമെന്റിന്റെയും റിജിഡിറ്റി ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനുപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഫാക്ടിന്റെ റിജിഡിറ്റിയിലാണ്. നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് ആ ഫാക്ട് അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തിരുവനന്തപുരത്താണുള്ളത്, ഞാൻ സെക്രട്ടേറിയറ്റിലാണുള്ളത് എന്ന് ഞാൻ പറയുകയാണ്. സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണുള്ളത്. ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. ഞാൻ തിരുവനന്തപുരത്താണുള്ളത് എന്ന ഇൻഫർമേഷൻ സോൾഡ് ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ ലോജിൽ പറയുന്നത്. ഞാൻ തിരുവനന്തപുരത്താണ് പറഞ്ഞത്, പക്ഷേ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തല്ല, ഞാൻ ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി, ഞാൻ ശരിക്കും പോയത് കന്യാകുമാരിയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോജിക്ക് തെറ്റും. ഞാൻ പറയുന്നത് സിസ്റ്റം എപ്പോഴും റിജിഡ് ആണ്, ലോജിക്ക് എപ്പോഴും റിജിഡ് ആണ്. പക്ഷെ അതിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ആ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ആ ഇൻഫർമേഷൻ റിജിഡ് ആണോ? അത് യൂണിവേഴ്സിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്, ഔട്ട്സൈഡറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഈ സിസ്റ്റത്തിന് വെളിയിൽ നിൽക്കുന്ന whoever it is, whatever be the attributes, അത് റിജിഡ് ആണോ? അത് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? That is what I am coming to. I mean, ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞ എംപെരിക്കലായിട്ട് അല്ലാത്ത പല കാര്യങ്ങളും വി ആർ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മാത്തമാറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഫിസിക്സിൽ തന്നെ നമ്മൾ രണ്ട് കമ്പീറ്റിംഗ് ആയിട്ടുള്ള തിയറീസ് ഉണ്ടെന്ന് വെച്ചോ. അതായത് രണ്ടും ഒരേ ഫാക്റ്റിനെ അല്ലെങ്കിൽ ഒരേ സെറ്റ് ഓഫ് ഫാക്ട്സിനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ രണ്ട് തിയറിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന, അതായത് രണ്ട് തിയറി തമ്മിൽ നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പം ഫിസിസിസ്റ്റുകൾ പൊതുവെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they will pick up the more elegant one, the more beautiful one. ബ്യൂട്ടി നമുക്ക് അങ്ങനെ ഒബ്ജക്റ്റീവ്ലി മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം പിന്നെ പെർസെപ്ഷൻസ് ആണ്. അത് ഐ മൈറ്റ് ഡിസഗ്രി വിത്ത് യു ബിക്കോസ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഇഫ് യു ഹാവ് ടു തിയറീസ്, ഇപ്പം ന്യൂട്ടന്റെ സിദ്ധാന്തം തന്നെ എടുത്താൽ ഇഫ് യു കമ്പയർ ഇറ്റ് വിത്ത് ഐൻസ്റ്റൈൻ യു വിൽ ഡെഫിനറ്റ്ലി സീ ദാറ്റ് ഐൻസ്റ്റൈൻ എക്സ്പ്ലെയിൻസ് മോർ വിത്ത് ലെസ് അസംഷൻ, അല്ലേ? അല്ലെങ്കിൽ but still ന്യൂട്ടന്റെ ലോസ് ആണ് നമ്മൾ ഇപ്പോഴും ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതെ, പക്ഷേ ദാറ്റ് ഈസ് ഫാർ മോർ കൺവീനിയന്റ് ടു യൂസ്. യെസ്, ദാറ്റ് ഈസ് അവർ കൺവീനിയൻസ്. പക്ഷേ റിയാലിറ്റി നമ്മുടെ കൺവീനിയൻസ് വെച്ച് നോണമെന്നില്ലല്ലോ. ഐ മീൻ റിയാലിറ്റി ഈസ് സംതിങ് ദാറ്റ് ഈസ് ഔട്ട് ദെയർ ആൻഡ് ഫിസിക്സ്, ത്രൂ ഫിസിക്സ് വി ആർ ട്രൈങ് ടു സ്റ്റഡി ദ ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഓഫ് ഹൗ ഇറ്റ് ഈസ്, അല്ലേ? ഇതൊരു ലെയർ പോലാണല്ലോ. ഇപ്പം ന്യൂട്ടൺ ഹാഡ് സം ഐഡിയാസ്, പക്ഷേ വെൻ ഐൻസ്റ്റൈൻ കേം ഹി അപ്പം സ്പേസിന്റെ ഐഡിയ തന്നെ മാറുന്നുണ്ടോ ഫ്രം എ യൂക്ലിഡിയൻ ടു നോൺ ന്യൂക്ലിയർ. അതിനകത്തൊരു ഫാൾസ് ഡൈക്കോട്ടമി ഉണ്ട്. അതായത് നമ്മൾ ന്യൂട്ടൺ ഒരേ കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് സിദ്ധാന്തങ്ങളല്ല ന്യൂട്ടൻ്റെതും ഐൻസ്റ്റൈൻ്റെതും.
ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങൾ ആ ഒരു ഐൻസ്റ്റൈൻ സിദ്ധാന്തത്തിനകത്തുണ്ട്. ഉണ്ട്. ഐൻസ്റ്റൈൻ്റെ Approximation ആയിട്ട്. കൂടുതൽ ജനറൽ ആണ്. അതെ. അപ്പൊ അതുകൊണ്ട് ന്യൂട്ടൺ വേഴ്സസ് ഐൻസ്റ്റൈൻ എന്ന് പറയേണ്ട കാര്യം അവിടെ ഇല്ല. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് അത് ടു കോമ്പീറ്റിംഗ് ഐഡിയാസ് അല്ല. I agree with ഇറ്റ് ഈസ് മോർ ജനറൽ. റൈറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ സോളാർ സിസ്റ്റം ഗാലക്സി ടു ദ യൂണിവേഴ്സ് എന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പോലെ ഉള്ളൂ. ഇത് ആ യൂണിവേഴ്സിന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആക്സസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ പിന്നെയും പറയുന്ന പ്രശ്നം. അതെ അതെ. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഐഡിയാസ് ഓഫ്, ഞാൻ വേറൊരു പോയിന്റ്, ഐ അഗ്രി വിത്ത് യു. ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്. ഒരു എൻകംപാസിംഗ് സംഭവമാണ് ഞാൻ പറഞ്ഞത്. സോ ഈവൻ ഇൻ 100 years കഴിഞ്ഞ് മേ ബി വിൽ ഹാവ് സം അതർ തിയറി. ഇന്ന് നമ്മൾ രണ്ടായിട്ട് കാണുന്ന ചിലപ്പോൾ കാര്യങ്ങൾ നാളെ ഒന്നാകും. ആൻഡ് ഇറ്റ് വിൽ ബിക്കം മോർ ബ്യൂട്ടിഫുൾ ഇൻ എ സെൻസ്. ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള എഫക്ട് ഇതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഐഡിയാസ് ഓഫ് ബ്യൂട്ടി, ഐഡിയാസ് ഓഫ് ട്രൂത്ത്, സത്യം ഉണ്ട്, അത് നമ്മൾ അന്വേഷിക്കുക. സത്യം നമ്മൾക്ക് കാണിച്ച് ഇതാ സത്യം എന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇതാ സൗന്ദര്യം എന്ന് പറഞ്ഞ് കാണിച്ചു തരാം. ബട്ട് ദീസ് ആർ ഐഡിയാസ്, ഈ പ്രപഞ്ചത്തിലുള്ള ഐഡിയാസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് അതിലേക്കുള്ള ഒരു പാത്താണ്. അപ്പം ടു ആഡ് ഓൺ ടു ദാറ്റ്, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേന് എൻ്റെ ഫസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യനും ഭൂമിയും തമ്മിൽ എത്ര കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്വാർക്കിൻ്റെ മാസ് എന്താണ്, ഇതല്ല എൻ്റെ ഫസ്റ്റ് തോട്ട്. മൈ ഫസ്റ്റ് തോട്ട് ഈസ് ഇന്നത്തെ ദിവസം ഹൗ ഐ എം ഗോയിങ് ടു ലിവ്, അല്ലെങ്കിൽ ഇന്ന് ഒരു എക്സിസ്റ്റൻഷ്യൽ തോട്ട് തന്നെ ഉള്ളൂ അദ്ദേഹമേ ഈ ഒരു ദിവസം, അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ്സ് ഡിപ്രസിങ് ഓർ സോ. ദി എസെൻഷ്യൽ ഹ്യൂമൻ ക്വസ്റ്റ്യൻസ് ഇസ് സംതിങ് ദാറ്റ് കനോട്ട് ബി ആക്സസ്ഡ് or cannot be explained directly by science in some sense. കാരണം പല കാര്യങ്ങളും that lies outside the boundary of science. ഈ പല കാര്യങ്ങളും you are actually assuming for science to work. അതിൻ്റെ 1-2 എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. You are assuming that there is a reality, ഒരു റിയാലിറ്റി ഉണ്ട്. There is truth to what you see. There is beauty or there is symmetry. ഈ സിമിട്രി ഒക്കെ ഫിസിക്സിൽ വളരെ prominent ആയിട്ടുള്ള ഐഡിയാസ് ആണല്ലോ. So you are assuming that ഇതൊന്നും if you ask a physicist to prove it, you will not get to a proof. അല്ലേ? ഇനിയും സയൻസ് തന്നെ പ്രൂവ് ഇപ്പം നമ്മൾ പറയല്ലേ സയൻസിന് വെളിയിൽ ഉള്ളതൊന്നും ഞാൻ പ്രൂഫായിട്ട് എടുക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റിന് തന്നെ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഐ മീൻ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ആക്സിയമാറ്റിക് ആണെന്നുള്ളതാണ്. ഫണ്ടമെന്റൽ പോസ്റ്റുലേറ്റ് എന്നോ ആക്സിയമാറ്റിക് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് അതിനെ പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പിന്നെ അതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതായത് ഈ പറഞ്ഞ അസംപ്ഷൻ ദർ ഇസ് നോ റിയാലിറ്റി എന്നുള്ളതിന് പ്രൂഫ് ഉണ്ടോ? കാരണം റിയാലിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ റസൽസ് ഡീപ്പോട്ട് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ഉണ്ട്. നമുക്ക് ഇല്ല എന്ന് തെളിയിക്കുന്നതിന് പരിമിതികളുണ്ട്. ചില കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയാത്തപ്പോൾ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തുടക്കം പോലെ പറയുന്നത്, ഞാൻ തുടക്കം തന്നെ പറഞ്ഞ ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു കൻ പ്രൂവ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്. ലൈക്ക് ഇത് 1 + 1 = 2, ദാറ്റ്സ് എ പ്രൂഫ്. നോബഡി ഈസ് സെയിങ് ദാറ്റ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇഫ് ഡിസൈനർ ഉണ്ടെങ്കിൽ, ഞാൻ ഗോഡ് എന്നുള്ള വാക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇഫ് ദർ ഇസ് എ ഡിസൈനർ ആൻഡ് സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ മെക്കാനിസത്തിൽ അദ്ദേഹത്തെ പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈസ് സംതിങ് ദാറ്റ് ഫിറ്റ്സ് ഇൻ അവർ മെഷർമെൻറ്റ്. അത് ഒരിക്കലും നടക്കുമെന്ന് ഞാൻ അംഗീകരിക്കുന്ന കാര്യമില്ല. ബട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് വി സീ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ, ദ തിങ്സ് ദാറ്റ് വി സ്റ്റഡി ഈസ് മോർ പ്രൊബബിൾ അണ്ടർ എ ഡിസൈനർ ഹൈപ്പോത്തസിസ് ദെൻ ആൻ atheist hypothesis. അവിടാണ് ആ വ്യത്യാസം വരുന്നത്. I'm not saying a very deductive, I'm not throwing a very deductive proof. ഇവിടെ ഡിഡക്ഷൻ സാധ്യമല്ല. കാരണം ഡിഡക്ഷന് നമുക്ക് ഇൻഫർമേഷൻ വേണം. ഇൻഫർമേഷൻ വി നീഡ് ടു ഹാവ് ഒരു എന്താ പറയുന്ന ഒരു ടൂൾ വേണമല്ലോ. ഇപ്പം ദൈവത്തെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ ആ ഡിസൈനർ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബിക്കോസ് ദാറ്റ് ഇസ് ബിയോണ്ട് അവർ സ്കോപ്പ്, അല്ലേ? ദാറ്റ്സ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ഫിസിക്സ്. അതിനകത്ത് നമ്മളിപ്പോൾ ടെസ്റ്റ് ട്യൂബ് പൊതുവിൽ നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഐക്കണിക് സംഗതികളാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളതിനെ ഡിസെക്റ്റ് ചെയ്ത് അതിൻ്റെ പാർട്സ് മനസ്സിലാക്കി, ഞാൻ ആ പ്രൂഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ എംപിരിക്കൽ എവിഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല. അതെല്ലാം എവിഡൻസസ് ആണ്. ഇക്കാര്യത്തിൽ അത്ര വലിയ ഡിമാൻഡുകളല്ല. അതായത് നേരത്തെ പറഞ്ഞൊരു ആർഗ്യുമെൻറ്റിൽ ആശിഷ് പറഞ്ഞ ഒരു പ്രശ്നം പറഞ്ഞാൽ, നമ്മൾ ഈ സിസ്റ്റം നമ്മളുടെ ഉള്ളിൽ ഫ്രെയിം വർക്കിലേക്ക് ഈ ക്രിയേറ്ററെ കൊണ്ടുവരികയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതാവണമെന്നില്ല. കാരണം ഈസ് ഔട്ട് സൈഡ് ദ സിസ്റ്റം എന്ന് അവിടെയൊക്കെ പറയുന്ന ഒരു കോമൺ പ്രശ്നം ഞാനീ പറയുന്നത്.
സാർ ഒരിക്കൽ കൂടെ ഒന്ന് പറയുമോ അത്? മനസ്സിലായില്ലേ? ഒരിക്കൽ കൂടെ ഒന്ന്. നമുക്ക് എംപിരിക്കൽ എവിഡൻസ് വേണം അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പരിചയിച്ചിരിക്കുന്ന യൂണിവേഴ്സിന്റെ സിസ്റ്റത്തിനകത്ത് ഫിറ്റ് ആകുന്ന ഒരു ഐഡിയ ആണ്. നമ്മൾ ആദ്യം മൊണാലിസയുടെ കാര്യം പറഞ്ഞപ്പോൾ വന്ന അതേ ഐഡിയ തന്നെ. കാറ്റഗറീസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്നതാണ്. നമുക്ക് വി ഡോണ്ട് നോ, നമുക്ക് നമ്മുടെ തന്നെ നമുക്ക് പരിചയമുള്ള ലോസിനകത്ത് ഫിറ്റ് ആകുന്ന ഒരാളാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതിനെ കുറിച്ചൊരു പ്രശ്നം പറഞ്ഞില്ലേ? അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. ഒരു സംഭവം ഹാസ് ടു ബി ഔട്ട്സൈഡ് ദ യൂണിവേഴ്സ്. ഇറ്റ് ഷുഡ് നോട്ട്, അതായത് ഈ യൂണിവേഴ്സിൽ അടങ്ങിയിരിക്കുന്ന ലോസ് ഫോളോ ചെയ്യണമെന്ന്, ഐ മീൻ ലോസ് എന്ന് പറയുമ്പോഴത്തേന് എക്സാക്ട്ലി അത് ഫോളോ ചെയ്യണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഇൻ എ ഫിസിക്കൽ സെൻസ് മനസ്സിലായി. എക്സാക്ട്ലി. അതായത് ആ ഒരു റിക്വയർമെന്റ് നമ്മൾ പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രൂഫ് എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ പറയും. സേ പ്രൂവ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്. ഈ ക്വസ്റ്റ്യനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം ദ വേർഡ് ഷുഡ് ബി ഡിഫൈൻഡ്. വാട്ട് ആർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ്, പർട്ടിക്കുലർ എൻറ്റിറ്റി കോൾഡ് ദ ഗോഡ്. അതൊരു ബിലീവർ, അത് ബിലീവർ എന്ന് പറഞ്ഞാൽ നോക്കൂ, വെൻ ദർ ഇസ് എ തീസ്റ്റ് വേഴ്സസ് എത്തീസ്റ്റ് ഡിബേറ്റ്, ഞാൻ ഇൻഹെറന്റ്ലി അതിനകത്ത് കാണുന്ന പ്രോബ്ലം, എത്തീസ്റ്റിന് ഒരു നിലപാട് മതി. തീസ്റ്റിനുള്ള പ്രശ്നം പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ഓരോരുത്തരും പലതായിരിക്കും പറയുന്നത്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ അമ്മൂമ്മയുടെ ദൈവം എന്ന് പറയുന്നത് വീടിൻ്റെ അടുത്തുള്ള ഒരു കല്ലിലിരിക്കുന്ന ദൈവം. പുള്ളിക്കാരിക്ക് ആത്മാർത്ഥമായിട്ട് കരുതിയിരുന്നത് അവിടെ ചെന്ന് സംസാരിച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ഇൻ്റലിജൻ്റ് കക്ഷിയാണ് ഇതെന്നാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇപ്പം ദീപക് ചോപ്രയൊക്കെ പോലുള്ള ആളുകളുണ്ട്. അവരും പറയുന്നത് അവരെല്ലാം തീയിസ്റ്റുകളാണ്. പക്ഷെ അവർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. അവർ പറയുന്നത് ക്വാണ്ടം കോൺഷ്യസ്നെസ് ആണ് എന്നൊക്കെയാണ്. അത് ഭയങ്കര മിസ്റ്റിസിസം ഒക്കെ ചേർന്ന, എന്നാൽ അതേസമയം സയന്റിഫിക് എന്ന് അവർ ക്ലെയിം ചെയ്യുന്ന ഐഡിയ. ഞാൻ പറയുന്നത് whenever there is a theist versus atheist argument between the existence of existence of God, what is that God which exists or which is said to exist എന്ന് പറഞ്ഞ പ്രോബ്ലം പ്രോപ്പർലി ഡിഫൈൻഡ് ആയിരിക്കില്ല പലപ്പോഴും. പക്ഷേ അതിനൊരു കൗണ്ടറായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഇതൊരു പെർസെപ്ഷനാണ് സാറേ. കാരണം ഇത് ഒരു തിയോളജിക്കൽ വിഷയമാണ് അല്ലെ? തിയോളജി വിഷയത്തിന്റെ ലേബിൾ നമുക്ക് വിടാം. ഫിസിക്സ് കെമിസ്ട്രി വിഷയം അല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോഡ് എന്നുള്ള ഐഡിയയും ഗോഡ് എന്നുള്ള ഒരു എൻറ്റിറ്റിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരും ദേ ആർ ഫിലോസഫേഴ്സ് ആൻഡ് തിയോളജിയൻസ്. ഇപ്പം ഉദാഹരണത്തിന് 8ാം ക്ലാസ്സിൽ ഞാൻ ന്യൂട്ടന്റെ ലോ പഠിച്ച ലോ അല്ല ഞാൻ 12ാം ക്ലാസ്സിൽ ലോ സെയിം ആണ്, ബട്ട് അതിൻ്റെ ആ കോംപ്ലക്സിറ്റി കൂടുതലാണ്, ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ സെയിം രീതിയിലുള്ള ഇക്വേഷൻസ്, ഐ മീൻ ഫണ്ടമെന്റലി ഈസ് ദ സെയിം, ബട്ട് അതിൻ്റെ കോംപ്ലക്സിറ്റി പിന്നെയും കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ അല്ല, മേ ബി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുള്ള ഒരാൾ. പക്ഷെ അതൊരു ഇവിടെ സംഭവിക്കുന്ന ജനറലൈസേഷനാണ്. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ, അതായത് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിച്ച ന്യൂട്ടൺ ലോ അല്ല MSc പഠിക്കുന്ന ന്യൂട്ടൺസ് ലോ എന്ന് പറയുമ്പോൾ, 9ാം ക്ലാസ്സിൽ പഠിച്ച ന്യൂട്ടൺ ലോയ്ക്ക് കോൺട്രഡിക്ടറി അല്ല MSc പഠിക്കുന്ന ന്യൂട്ടൺസ് ലോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ന്യൂട്ടൺസ് ലോ ഇതിന്റെ ഒരു അപ്രോക്സിമേഷൻ ആയിരിക്കും. ചിലപ്പോൾ അതിൽ നിന്നും നമുക്ക് വരുന്ന ഒരു സ്പെഷ്യൽ കേസ് ആയിരിക്കും. അങ്ങനെയുള്ളല്ലോ ഇതും. പക്ഷെ കോൺഷ്യസ്നെസിന്റെ ഒരു സ്പെഷ്യൽ കേസ് അല്ല ഒരു ക്രിസ്ത്യൻ ഗോഡ് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ഗോഡ്. ഇപ്പൊ ഇതിനെ നമുക്ക് രണ്ടോ മൂന്നായിട്ടോ ഡിവൈഡ് ചെയ്യാം. ഒരു പാൻതീസ്റ്റിക് ഐഡിയയിലുള്ള ഒരു ഗോഡ്, പിന്നെ പോളിതീസ്റ്റിക് ഐഡിയയിലുള്ള ഗോഡ്, പിന്നെ മോണോതീസ്റ്റിക് ഐഡിയ. ഇങ്ങനെ നമുക്ക് വി ക്യാൻ ആക്ച്വലി ഡിവൈഡ് ദീസ് തിങ്സ് ആൻഡ് വി ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ, അതായത് ഇതിൽ മൂന്നിൽ what is contradictory or what is not contradictory. ആ ഒരു കാറ്റഗറൈസേഷൻ തീർച്ചയായിട്ടും ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ലിറ്ററേച്ചർ വരുന്നുണ്ട്, അവരുടേതായ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനകത്ത് ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പലപ്പോഴും നിരീശ്വരവാദികളായിട്ടുള്ള ജനറലി ആൾക്കാർ പറയുന്ന ഒരു ആർഗ്യുമെന്റ്, ആർക്കും അതായത് സർവശക്തനായ ദൈവമാണെങ്കിൽ പൊക്കാൻ പറ്റാത്തൊരു കല്ല് എന്നുള്ളത്. പക്ഷെ ഇത് ഡെഫിനിഷന്റെ കോൺട്രഡിക്ഷൻ ആണ് ചൂണ്ടിക്കാണിച്ചത്. അതായത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർവശക്തൻ എന്ന് പറയുമ്പോൾ ഏത്തിസ്റ്റുകൾ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിബിൾ. പക്ഷേ അങ്ങനെ ഒരു ഡെഫിനിഷൻ ഒരു റിലീജിയസ് ആളും കൊടുക്കുന്നില്ല. ബിക്കോസ് ദൈവത്തിന് അറ്റ്ലീസ്റ്റ് ഇൻ മോണോതീസ്റ്റിക് ഇതിൽ ദൈവത്തിന് പാപം ചെയ്യാൻ സാധിക്കത്തില്ല, ദൈവത്തിന് കള്ളം പറയാൻ സാധിക്കത്തില്ല. അപ്പം ദൈവത്തിന് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ്. ഇപ്പം എനിക്കൊരു അമ്മയാവാൻ സാധിക്കത്തില്ല, മേ ബി ഇൻ മോഡേൺ രീതിയിൽ അതിന് വേറെ കോണോട്ടേഷൻസ് ഉണ്ട്. പക്ഷേ അതൊരു കാറ്റഗറി എറർ അവിടെ ഫസ്റ്റ്ലി പ്രൈമറിലി നടക്കുന്നത്. അത് കാറ്റഗറി അല്ല, അത് ശരിക്കും അതിനകത്ത് ആട്രിബ്യൂട്ടിന്റെ പ്രശ്നമാണ്. അല്ല, ആട്രിബ്യൂട്ട് ദൈവം സർവശക്തനാണെന്ന് പറയുമ്പോൾ ഈ അതിനകത്ത് തീസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു, അതായത് എന്തും തോന്നിവാസം ചെയ്യാവുന്ന രീതിയിലുള്ള സർവശക്തിനെ കുറിച്ച് അല്ല. അതിനകത്ത് ഈ തോന്നിവാസം എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ സ്കെയിലാണ് സംഭവിക്കുന്നത്. ആർഗ്യുമെന്റേ അല്ല, അതിന്റെ ആവശ്യമില്ല അവിടെ പറയാൻ. ഞാൻ പറഞ്ഞത്
ഇതിനകത്തുള്ള ഞാൻ കാണുന്ന പ്രോബ്ലം, ഞാൻ പിന്നെ അതേ പ്രോബ്ലമാണ് പറയുന്നത്. അതായത് നമ്മൾ ആക്ച്വലി വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ്. നമ്മുടെ ഇതിനകത്ത് ഇതിങ്ങനൊരു ഡിസൈൻ ഉണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് ഉറപ്പാണ്, ബേസിക്കലി ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു നീഡാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചിപ്പോൾ സാർ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം, അതായത് ദൈവം ഉണ്ട് എന്ന് സാറും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യു വുഡ് വാണ്ട്, ബട്ട് അത് തിരിച്ചും ഒരു തീസ്റ്റ് എന്ന നിലയിൽ എനിക്ക് തിരിച്ചു പറയാം ദൈവം ഇല്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം എന്താ, ഇതൊരു ഒരു എന്താ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഫ്രോം എന്താ പറയുന്ന ഒരു നമ്മളതിനെ ഫ്രെയിം ചെയ്യുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനൊരു ക്ലിയർ ലോജിക്കില്ല. ഇപ്പം എനിക്ക് പറയാം ദൈവം ഇല്ലായിരുന്നെങ്കിൽ ലൈഫ് വുഡ് ബി മോർ ഈസിയർ. കാരണം ഐ കുഡ് ഒരു ഹെവൻ ഹെൽ കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഡിസഗ്രി. കാരണം ദൈവം ഇല്ലായിരുന്നെങ്കിൽ ഇല്ലാതാകുന്നത് ഈ കോൺസെപ്റ്റ് ഒക്കെ ഇല്ലാതെ മനുഷ്യനുണ്ടാക്കിയ കോൺസെപ്റ്റ്സ് ആണ് ഇല്ലാതാകുന്നത്. അത് there are two things here. രണ്ട് നമ്മൾ ഒരുപോലെ പെരുമാറും, ദൈവവും ദൈവവിശ്വാസവും. ഇത് രണ്ട് ഐഡിയകളാണ് ബേസിക്കലി. ഞാൻ കരുതുന്നത് ദൈവമാണ് എനിക്ക് പ്രശ്നം. ദൈവവിശ്വാസം ഇസ് എ റിയൽ തിങ് ബിക്കോസ് ദർ ആർ പീപ്പിൾ ഹു ബിലീവ് ദർ ഈസ് ഗോഡ്. അതായത് ബിലീഫ് ഇൻ ഗോഡ് ഈസ് വൺ ഐഡിയ ആൻഡ് ഗോഡ് ഈസ് അനദർ ഐഡിയ. ഇതിൽ ഐ എം വെരി മച്ച് ഷുവർ ദാറ്റ് ബിലീഫ് ഇൻ ഗോഡ് ഈസ് റിയൽ. പീപ്പിൾ ബിലീവ് ഇൻ ഗോഡ്, മെനി പീപ്പിൾ ബിലീവ് ഇൻ ഗോഡ്. അതൊരു അപ്പോൾ നമ്മൾ ഈ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ച എൻ്റെ ആറ്റിറ്റ്യൂഡ്സിൽ വന്ന വ്യത്യാസമുണ്ട്. ഞാൻ ഈ സയൻസ് പഠിക്കുമ്പോഴാണ് ഞാൻ ബേസിക്കലി ഞാൻ ദൈവവിശ്വാസിയായിട്ട് ജീവിതം തുടങ്ങിയ ആളാണ്. പിന്നെ എൻ്റെ അങ്ങനെ ഒരു പാസ്റ്റ് എനിക്കുണ്ട്. ഞാൻ ഇടയ്ക്ക് കാലത്ത് ഐ വാസ് മോർ ഇൻ ടു എത്തിസം. പക്ഷെ എനിക്കൊന്നും അങ്ങനെ പേഴ്സണൽ ആയിട്ട് അതൊക്കെ പറയാം. ജേർണി എടുത്തിട്ടാണ് ഞാൻ അതിന്റെ ബേസിക്കാണ് പറയുന്നത്. അതായത് ഈ ബേസിക്കലി ദിസ് ഇസ് അബൌട്ട് നമ്മുടെ നിലപാടാണ് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത്. ഓക്കെ, ഈശ്വര വിശ്വാസിയുടെ നിലപാടാണ് ദൈവം ഉണ്ട് എന്നുള്ളത്. കാരണം ദൈവം ഇല്ല എന്ന് ഞാൻ നേരത്തെ റസൽ സ്റ്റീപ്പോട്ട് പറഞ്ഞ പോലെ ഇല്ലാത്തൊരു കാര്യം ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ദൈവം ഇല്ല എന്ന ആവശ്യവും വരാം. ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് നമുക്ക് ഈ ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടൊരു മോഡേൺ ലൈഫിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളൊരു പ്രതിഭാസമുണ്ട്. അതായത് എൻ്റെ ഫോണാണോ ഈ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഫോണിൽ കോളും ഇല്ല, മെസ്സേജും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയതാണ്. ഇത് ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഫോൺ കയ്യിലുള്ള മോഡേൺ ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഏതാണ്ട് എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് അവിടെ നമ്മൾ 4 സിറ്റുവേഷൻസ് പരിഗണിക്കണം. ഒന്ന്, നിങ്ങൾക്ക് ഒരു കോള് വരുന്നു, നിങ്ങളത് കേൾക്കുന്നു, ഒബ്വിയസ്, റിങ് ചെയ്യുന്നു, കേൾക്കുന്നു. 2, റിങ് ചെയ്യുന്നു, കേൾക്കുന്നില്ല. 3ാമത്തെ സിറ്റുവേഷൻ, റിങ് ചെയ്യുന്നില്ല, നിങ്ങൾ കേൾക്കുന്നില്ല. 4ാമത്തെ സിറ്റുവേഷൻ, റിങ് ചെയ്യുന്നില്ല, നിങ്ങൾ കേൾക്കുന്നു. അതായത് റിങ് ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ള 2 പോസിബിലിറ്റി, നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ള 2 പോസിബിലിറ്റി. ഇതിന്റെ 4 കോമ്പിനേഷൻസ് ആണ് ഉള്ളത്. ട്രൂത്ത് ടേബിൾ. ഓക്കെ, ഇതിൽ റിസ്ക് ഉള്ളത് ഏതാണ്? ഇതിൽ റിസ്ക് ഉള്ളത് റിങ് ചെയ്യുകയും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് റിസ്ക്. കാരണം അതൊരു നഷ്ടമാണ്. റിങ് ചെയ്യാതിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അതിനകത്തൊരു നഷ്ടമൊന്നുമില്ല. പക്ഷെ എങ്ങാനും റിങ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ലാഭമാണ്. ഞാൻ പറഞ്ഞു തരുന്നത്, ഇപ്പം ദൈവമുണ്ട്, ഞാനതിൽ വിശ്വസിക്കുന്നു. ദൈവമുണ്ട്, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ദൈവമില്ല, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ദൈവമില്ല, ഞാനതിൽ വിശ്വസിക്കുന്നു. ഈ 4 പോസിബിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ശരിക്കും ദൈവം ഉണ്ടായിരിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതല്ലേ റിസ്ക്? വേജറാണ് പാസ്കൽസ്. അതായത് ഈ ദൈവം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ദൈവം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന പോസിബിലിറ്റിക്കാൾ എനിക്ക് റിസ്ക് ആണ് ദൈവം ഉണ്ടായിരിക്കുകയും ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ മെന്റലി ഇന്റലക്ച്വലി എനിക്ക് അത് വേണ്ട എന്ന് തോന്നുകയും ചെയ്യുന്നു. അപ്പം ബേസിക്കലി മറ്റതാണ് എനിക്ക് സേഫ്. ഞാൻ അതേ എടുക്കുള്ളൂ. ഇത് ഇല്ലായിരുന്നെങ്കിലും വിശ്വസിക്കുന്നതാണ് കമ്പാരിറ്റീവ്ലി സേഫ്. ഞാൻ പറയുന്നത് ഭൂരിഭാഗം മനുഷ്യരും അല്ലെങ്കിൽ തെറ്റിച്ചെന്ന് കരുതുന്ന ആൾക്കാരും ഇത് ആരോപണമായിട്ടുള്ള കാര്യം പറയുന്നത്. ഞാൻ കരുതുന്നത് ആ നീഡാണ് ഈ ഐഡിയ പ്രിവെയിൽ ചെയ്യുന്നതിന് കാരണം. അതൊരാൾ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചിന്തിച്ചെത്തണമെന്നില്ല. ബട്ട് ഇറ്റ് ഈസ് എ മോർ കംഫർട്ടിങ് തിങ്. നിങ്ങൾ ഇതൊരു നിങ്ങൾ ഈ എത്തീസ്റ്റ് നിലപാടിലേക്ക് വരുമ്പോൾ, അത് എത്തീസ്റ്റ് എന്ന് പറയുന്നവർ തന്നെ എല്ലാം ഒരുപോലത്തെ എത്തീസ്റ്റുകളല്ല. പലരും പല രീതിയിലാണ് അതിലേക്ക് വരുന്നത്, പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നു, അമ്മ വളരെ നല്ല സ്ത്രീയായിരുന്നു, പക്ഷെ അവർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം വന്നു. അപ്പോൾ അത്രയും നല്ല ഒരു സ്ത്രീയെ ഒരു ദൈവം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര നേരത്തെ
ഒരിക്കലും മരിക്കാൻ അനുവദിക്കില്ലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം നിരീശ്വരവാദിയായി എന്ന് പറഞ്ഞ ആളുകളെങ്കിൽ അതൊരു നിരീശ്വരവാദിയാകാനുള്ള കാരണമല്ല. അത് വേണമെങ്കിൽ ഒരു മോശം ഒരു നീതിബോധമില്ലാത്ത ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കാമല്ലോ. ദൈവമുണ്ട്, പക്ഷെ പുള്ളി തീരുമാനിക്കുകയാണ് നീ അങ്ങനെ ജീവിക്കണമായിരിക്കും. ഇത് ദൈവം ഉണ്ടെങ്കിൽ സംഭവിക്കാം, പക്ഷെ ഓൺലി തിങ്സ് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ചിലപ്പോൾ വേറെ ആയിരിക്കും. നമ്മൾ വരുന്നത് ചിലപ്പോൾ കാരുണ്യവാനായിട്ടുള്ള ദൈവം ആയിരിക്കില്ല. ഞാൻ പറഞ്ഞ അതൊരു അദ്ദേഹം പക്ഷെ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത് എത്തീസ്റ്റ് എന്നായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഡൈവേഴ്സിറ്റി. എത്തീസ്റ്റുകൾ പല രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് കോൺഷ്യസ്ലി ആലോചിച്ച ആള് ഇങ്ങനെ ഒരു എന്താണ് ദൈവം വേണ്ട എന്ന് തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വരുന്നവരുണ്ടാവാം, ഒരു പക്ഷെ അങ്ങനെ വരുന്നവരാണ്. ഇപ്പൊ ദൈവത്തോടുള്ള ദേഷ്യം കാരണം മറ്റേ പഴയ സിനിമയിൽ സിരനിവാസം പറയുന്ന പോലെ അച്ഛൻ സിനിമയ്ക്ക് പൈസ കൊടുക്കാത്തതുണ്ട് ഞാൻ പോയി നക്സലേറ്റ് ആയി എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെ ആകുന്നവരെ ഒരു പക്ഷേ അതിങ്ങനെ തിരിയാം. പക്ഷെ ഫോർ മീ ഞാൻ ഈ പറയുന്ന പ്രോസസ് ഞാൻ എന്നെ സിമ്പിൾ നീഡാണ്. സിമ്പിൾ നീഡ് എന്ന് പറഞ്ഞാൽ ഈസ് ദെയർ അല്ലെങ്കിൽ ഒരു തീസ്റ്റ് പറയുകയാണ് ദിസ് ഈസ് ദ വർക്ക് ഓഫ് എൻ ഇന്റലിജന്റ് ഡിസൈനർ. ഞാൻ നോക്കുന്നത് വാട്ട് ഈസ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ഡിസൈനർ. ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷനിലേക്കാണ് വരുന്നത്. ഓരോരുത്തരും ഓരോ ആട്രിബ്യൂട്ട്സ് ആണ് പറയുന്നത്. സോ വി കനോട്ട് അഡ്രസ് ദാറ്റ്. ഞാൻ പ്രൂവ് ഡിസ്പ്രൂവ് പറയുന്നില്ല, കാരണം അഡ്രസ് ചെയ്യണമെങ്കിൽ ഡെഫിനിഷൻ യൂണിഫോം ആയിരിക്കണം, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദാറ്റ് ഡിസ്കഷൻ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം, എന്നാലേ നമുക്ക് അത് അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർഗ്യുമെന്റ് അല്ല പലപ്പോഴും ഗോഡ്. അതിപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലും നമ്മൾ നിലവിലുള്ള ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻഡിക്കേറ്റീവ് സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഗോഡിനെ പ്ലേസ് ചെയ്യുന്നത്. സോ ദാറ്റ് ദ ഗോഡ് ഈസ് ഔട്ട്സൈഡ് ദ സിസ്റ്റം. Okay, when the God is interacting with the system, what is the mechanism of interaction? ഇപ്പൊ ഞാൻ ആ ഗോഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഫ്യൂച്ചറിനെ ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ എൻ്റെ രോഗം മാറ്റാൻ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു നല്ല ഔട്ട്കം ഉണ്ടാകാൻ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ മെക്കാനിസം? ആക്ച്വലി ദ കോൺസെപ്റ്റ് ഗോഡ് എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ലെവലിലല്ല. ഓക്കെ, മോർ ടാഞ്ചിബിൾ. ഞാൻ അതുപോലും ഞാൻ പറയുന്നത് ഇത് വേറെ ആട്രിബ്യൂട്ട്സ് ആണ്. അതിനകത്ത് എനിക്ക് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയാം, അത് ഈ അനലോജിക്കലി പറയാം. അതായത് ഇപ്പം നമ്മൾ ആക്ച്വലി ഈ ഒരു നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോലും മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ആർ ജസ്റ്റ് തിങ്കിങ് വെദർ there is a designer. That could be a bad designer, good designer, and incomplete designer. ഡിസൈനറിനാണ് നമ്മൾ ആർഗ്യുമെന്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. Because this is ഞാൻ ആ വേർഡിന്റെ പ്രോബ്ലം, ഓക്കെ, അല്ലെങ്കിൽ ആ വേർഡ് ഒരിടത്ത് പ്ലേസ് ചെയ്യുമ്പോൾ അത് ജനറൽ കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുന്ന ഒരാൾ, എനി റാൻഡം പേഴ്സൺ, ആ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ്ങിലാവില്ല ആ വേർഡ് ചിലപ്പോൾ പ്ലേസ് ചെയ്യും. ഞാൻ ആ പ്രോബ്ലം ആണ് ഇവിടെ ആട്രിബ്യൂട്ട്സിന്റെ പ്രശ്നം. അത് ഞാനൊരു അനോളജി വെച്ച് പറയാം. അതായത് ദൈവത്തെക്കുറിച്ച് പല ആൾക്കാർക്കും പല കൺസെപ്റ്റുകളുണ്ട്, ഓക്കെ. പക്ഷേ ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു റുഡമെന്ററി കൺസെപ്റ്റ് ആവുള്ളൂ. ഇതിനകത്തും ഇത് ആന്ത്രോപോളജിയുടെ ഒരു വിഷയം തന്നെയാണ്, ഹൗ പീപ്പിൾ ഹാവ് ദിസ് കൈൻഡ് ഓഫ് കോൺഷ്യസ്. ബട്ട് ഇതിനകത്ത് if there is an entity that is outside the universe, and if we have to access that entity, the best way is that entity reveals himself to us. അതായത് ആ എൻറ്റിറ്റി ഇപ്പോൾ തിയോളജി നമ്മൾ പഠിക്കുമ്പോൾ ഈവൻ ഞങ്ങൾ വരുന്ന ഒരു സ്പേസിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് നമുക്ക് എല്ലാം അറിയാൻ സാധിക്കത്തില്ല. ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് എനിക്ക് സാറിനെ ഉള്ള പരിചയം ദാറ്റ് ഈസ് വെരി ബ്രീഫ് അല്ലേ. പക്ഷേ സാറിൻ്റെ അടുത്തൊരു സ്നേഹിതനുള്ള പരിചയം ദാറ്റ് ഈസ് മച്ച് മോർ, അത് കുറച്ചുകൂടെ ഗഹനമായ ഒരു പരിചയമായിരിക്കും. അപ്പോൾ സാറിൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്നറിയാം, സാറിൻ്റെ ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതാണെന്നറിയാം. അങ്ങനെ പല ഇൻഫർമേഷൻ സാറിനെ കുറിച്ച് അല്ലെങ്കിൽ സാറിൻ്റെ പല ആട്രിബ്യൂട്ട്സും ഹീ നോസ് അബൌട്ട് ഇറ്റ്. ഐ ഡോണ്ട് നോ, റൈറ്റ്. പക്ഷെ അദ്ദേഹത്തിനും അറിയാത്ത ചില കാര്യങ്ങൾ ഹീ വിൽ നോ ഓൺലി ഇഫ് യു റിവീൽ ഇറ്റ് ടു ഹിം. അതായത് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലും സാറിന് ഇതാ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്, വാട്ട് ഈസ് യുവർ ഗോ ടു സ്പോർട്സ് ഓർ എനിത്തിങ്, അത് സാറ് റിവീൽ ചെയ്തിട്ട് അദ്ദേഹത്തിനകത്ത് ചില കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മെഷർ ചെയ്യാൻ അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് സാറിൻ്റെ നീളം എത്ര, വെയിറ്റ് എത്ര, ദിസ് ഇസ് സംതിങ് ദാറ്റ് വിത്തൗട്ട് യുവർ കൺസെൻറ്റ് മേ ബി ഹി ക്യാൻ ആക്സസ് ഇറ്റ് അല്ലേ, ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇനിയും സാറിന് പോലും അല്ലെങ്കിൽ ഇത് ഒരു ഹ്യൂമൻ അനോളജി ആയിട്ട് അതിൻ്റെതായ ഫ്ലോസ് ഉണ്ട്. സാറിന് എത്ര അടുത്തറിയാവുന്ന ആളാണെങ്കിലും എന്നോട് പറയാം, ഞാൻ വൈശാഖൻ തമ്പി സാറിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. അപ്പം ഞാൻ പറയാം ആണോ ശരിക്കും സാറിന്, അപ്പോൾ സാറിനും തലയിൽ എത്ര മുടിയുണ്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ് ഇൻഫർമേഷൻ വേണമെങ്കിൽ മേ ബി ഹി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ബട്ട് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ദൈവം ഉണ്ടായെങ്കിൽ ദൈവത്തെക്കുറിച്ചൊരു ജനറൽ നോളജ് അത് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സലി ഉള്ള ഒരു ഫിനോമിനലാണ്. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അത് തന്നെയാണ് സാർ ആദ്യം കോട്ട് ചെയ്ത് ഹൈപ്പർ ഏജൻസി
ഡിറ്റക്ഷൻ അത് ഹാഡ്. അത് സത്യം പറഞ്ഞാൽ അത് ബോൺ ബിലീവേഴ്സ് എന്ന് പറഞ്ഞ ജസ്റ്റിൻ ബാരറ്റ്, അദ്ദേഹമാണ് ആ സൈക്കോളജിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം, അത് എത്തിസ്റ്റുകളാണ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും അത് തീസത്തിന് വേണ്ടിയുള്ളൊരു ഒരു ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പോസിബിലിറ്റിയാണ്. കാരണം ജസ്റ്റിൻ ബാരറ്റ് തന്നെ ആ സൈക്കോളജിസ്റ്റിൻ്റെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഉണ്ടായെങ്കിൽ, ഇപ്പം ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജ്ഞാനമുള്ള ആൾക്ക് മാത്രമല്ല അദ്ദേഹത്തോട് ആക്സസ് ഉള്ളത്, അല്ലെങ്കിൽ അപ്പോഴാണ് ദൈവം പാർഷ്യൽ ആയിപ്പോവും അല്ലേ, ഏതൊരാൾക്കും ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഇഫ് ദർ ഇസ് എ ഗോഡ്, അല്ലെങ്കിൽ അണ്ടർ ദാറ്റ് പോസിബിലിറ്റി തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഒരു ജനറൽ ആയിട്ടുള്ളൊരു കോൺഷ്യൻസ് ഉണ്ടായിരിക്കണം, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു ആക്ടിവിറ്റി ഡിറ്റക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വരുന്നത്. ഇനിയും ഇങ്ങനൊരു ദൈവം ഉണ്ടായെങ്കിൽ, ആ ജനറൽ നോളജ് ഉണ്ടായെങ്കിൽ, അതിൽ കൂടുതൽ നോളജ് തീർച്ചയായിട്ടും ഈ ഒരു എൻറ്റിറ്റി ഡയറക്റ്റ് റിവീൽ ചെയ്തേലേ നടക്കത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂമൻ ടൂൾസിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. ഹ്യൂമൻസ് ഡിസൈൻ ചെയ്യുന്ന ഏതൊരു രീതിയിലുള്ള ടൂളാണെങ്കിലും അതിൻ്റെതായ ലിമിറ്റേഷൻ കാണും. സോ ജനറലായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ ടൂൾസ് കൊണ്ട് ഒരു ഒരു ജനറൽ കോൺഷ്യൻസ് ഉണ്ട്. അതിലുപരി നമ്മളുടെ ടൂൾസ് കൊണ്ട് ഒരു ഇൻഫറൻസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാം. അതാണ് ഞാനിവിടെ പറയുന്നത്. യൂണിവേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ, ഈ ഡിസൈനെ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പം സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു യൂണിവേഴ്സേ ഉള്ളൂ. പക്ഷേ ആ ഒരു യൂണിവേഴ്സിനകത്തും മറ്റ് അതായത് ആ ഒരു യൂണിവേഴ്സിനെ നമ്മൾ നോക്കുമ്പോഴും ഡിസൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഡിസൈൻ ചെയ്യാത്ത ചില കാര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ചൊവ്വ ഗ്രഹത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ മാർസിലേക്ക് പോകാമെന്ന് വെച്ചു, അവിടെ എഴുതി വെച്ചേക്കുക വെൽക്കം ഓൺ ബോർഡ്, അല്ലെങ്കിൽ വെൽക്കം ടു മാർസ് ആശിഷ് എന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ഇതൊരു പ്രൊബബിലിസ്റ്റിക് സംഭവമല്ല. ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ ഒരു ഡിസൈൻ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽസ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഡിസൈൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി ആരത് എഴുതിയാലും നമുക്കത് റീസൺ അറിയത്തില്ലെങ്കിൽ പോലും, somebody was here before or whatever, but we know that it is due to intelligence. ഓക്കെ, പക്ഷെ സാറ് പറയുന്നതിൽ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന എല്ലാത്തേക്കാളും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഇതൊന്നേ ഉള്ളു. ഓക്കെ, വിച്ച് ഈസ് ഫൈൻ ഇതിനെക്കുറിച്ച് നമുക്കറിയൂ, ഇതിനെക്കുറിച്ച് നമുക്കറിയൂ. ഇത് ഫൈൻ ട്യൂൺഡ് ആണ്. ഇതിനകത്ത് നമ്മൾ ഇന്റലിജൻസ് കാണുന്നുണ്ട്. ദിസ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ക്യാൻ റാൻഡംലി കം, അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബൈ ചാൻസ് കം. റെസ്റ്റ് എവറി അതർ പോസിബിലിറ്റി, അതായത് ഇന്റലിജൻസ് കാണുന്ന എല്ലാത്തിലും നമ്മൾ ഇന്റലിജൻസ് അസൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് ആസ് എ ഹോൾ, ദിസ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് വി ആർ അസ്യൂമിങ് കേം ഔട്ട് വിത്തൗട്ട് എനി ഇന്റലിജൻസ് ഓർ എനി കോസ്. ആർഗ്യുമെന്റ് അല്ല, ഞാൻ പറഞ്ഞത് ഇംപ്ലൈഡ് ആണെന്നാണ് പറഞ്ഞത്. അല്ല, അതുമല്ല, ക്ലാരിഫൈ ആണ്. കാരണം പലപ്പോഴും നമുക്ക് തോന്നുന്നൊരു ഈ കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ പാറ്റേൺസ് കാണുമ്പോൾ വി തിങ്ക് ദാറ്റ് സംബഡി ഈസ് ബിഹൈൻഡ് മേക്കിംഗ് ദാറ്റ് പാറ്റേൺ. അത് പക്ഷേ നമ്മൾ സയൻസിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് പാറ്റേൺസ് ഫോർമേഷൻ, സെൽഫ് ഓർഗനൈസേഷൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിക്കാറ്. അത് നേച്ചറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ തേനീച്ച കൂടുണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ നമ്മൾ റാൻഡം ആയിട്ടൊരു ചിലന്തി വലയിൽ ഈ രാവിലെ വെള്ളത്തുള്ളികൾ വീഴുന്ന തുള്ളികളെല്ലാം ഏതാണ്ട് ഒരേ വലിപ്പമായിരിക്കും, അവ തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അങ്ങനെ വരുന്നതിന് പിന്നിൽ ചില ബേസിക് റൂൾസ് ആണ്. അതായത് നമ്മൾ നേച്ചറിലെ വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന ചില റൂൾസ് കാരണമാണ് ഈ സംഭവിക്കുന്നത്. നമുക്ക് തോന്നുമ്പോൾ ആക്ച്വലി നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മളൊരാൾ ചെന്ന് ഈ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വെക്കാൻ പറഞ്ഞാൽ നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് വെച്ചാൽ ഇത് വരും. അപ്പം പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു മെക്കാനിസത്തിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ ഒരു പേപ്പർ ഉണ്ട്, ഈ കെമിക്കൽ ബേസിസ് ഓഫ് മെറ്റാമോർഫോജെനിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സിംഗിൾ സെല്ലാണ് നമ്മുടെ എല്ലാവരുടെയും തുടക്കം. നമ്മുടെ ഒരു ജീവൻ, ഒരു സ്പേമും ഒരു എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ സെല്ലാവും നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്ന സെൽ. അതൊരു ഈ ഗർഭപാത്രത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടി ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേജിൽ നിന്നും പിന്നെ ഇത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഇത് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവും, 2 4 അതിൽ പിന്നെ ഉണ്ടാകുന്ന ഒരു രസം എന്ന് പറയുന്നത്, ഇത് പിന്നെ ഡിഫറൻസിയേഷൻ തുടങ്ങും. കാരണം ഒരു സെല്ലെന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തിലെ ബോണിലെ സെല്ല് വേറെയാണ്, ന്യൂറോൺസ് വേറെയാണ്, കിഡ്നിയിലിരിക്കുന്ന സെല്ല് വേറെയാണ്. അങ്ങനെ പല പല സെല്ലുകളായിട്ട് നമ്മുടെ നഖത്തിലും പല്ലിലും ഒക്കെ ഇരിക്കുന്ന വേറെ വേറെ ടൈപ്പ് സംഗതികളാണ്. അപ്പൊ ഈ ഒരു രീതിയിലേക്ക്, അപ്പൊ അതിനാണ് നമ്മൾ സെല്ലുകളുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. പലതരം സെല്ലുകൾ ഉണ്ടാകും. എന്നിട്ട് അത് എവിടെ പോകണം? അതായത് നഖത്തിൽ വരേണ്ട സെല്ലുകൾ നഖത്തിന്റെ ഭാഗത്ത് തന്നെ വരണം. കണ്ണിൽ വരേണ്ട സെല്ലുകൾ ട്രാൻസ്പാരന്റ് ആണ്, ഫ്രണ്ടിലുള്ള കോർണിയ, അത് അവിടെ തന്നെ വരണം. അപ്പൊ ആ ഓർഗനൈസേഷൻ അത് എങ്ങനെയാണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത്, എന്താണ് അത്, ആ ഒരു രീതിയിലാണ് ട്യൂറിങ്ങിന്റെ പേപ്പർ. അത് ഇൻട്രസ്റ്റിംഗ് ആയ പേപ്പറാണ്. 42 മറ്റാണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുന്നത്.
അപ്പോൾ അവിടെ നിന്നാണ് ഈ സെൽഫ് ഓർഗനൈസേഷൻ ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിട്ട് മാറുന്നത്. അപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ റൂൾസ് പലപ്പോഴും നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ തോന്നും. ഇപ്പോൾ ഈ സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മരുഭൂമിയുടെ ഒക്കെ പടം നോക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക പാറ്റേൺ റിപ്പിൾ കാണാൻ പറ്റും. അത് ഫോം ചെയ്തൊരു മെക്കാനിസം ഉണ്ട്. ചില സിമ്പിൾ നാച്ചുറൽ ലോസ് ആണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് തോന്നുമ്പോൾ ഇതൊരു നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ ഇത് എങ്ങനെ ചെയ്യുമായിരുന്നു, നമ്മളുടെ മെക്കാനിസം അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാല് കൊണ്ട് വട്ടം വരച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു വട്ടം വരയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കോൺഷ്യസ്ലി ആലോചിച്ച് ഒരു വട്ടം ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. കാരണം നമ്മൾ എങ്ങനെയൊക്കെ വരച്ചാലും ആ വട്ടത്തിന്റെ ഷേപ്പ് സിമെട്രിക്കൽ അല്ലാതെ പോകും, മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ കാല് കൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, അവിടെ 2 സിമ്പിൾ പ്രിൻസിപ്പിൾസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, എൻ്റെ ഉപ്പുറ്റി എൻ്റെ വിരൽ തുമ്പ് നിന്നുള്ള ദൂരം ഫിക്സ്ഡ് ആണ്, എൻ്റെ ഉപ്പുറ്റിക്ക് കറക്കാൻ പറ്റും. ഈ 2 റൂൾസ് ഇതും റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നതാണെന്നുള്ളതും ഈ ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണെന്നുള്ളതാണ് ഈ പെർഫെക്റ്റ് സർക്കിൾ വരയ്ക്കാൻ എനിക്ക് പറ്റുന്നതിന് കാരണം. അപ്പോൾ ഒരു വേറൊരു ഞാൻ പൊതുവെ ആളുകളുടെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ, 2 മനുഷ്യർ ഒരു കളി കളിക്കുന്നത് വിചാരിച്ചോളൂ. നമ്മൾ അവരെ നോക്കുകയാണ്. അതായത് അവരുടെ കളിയുടെ നിയമങ്ങൾ സിമ്പിളാണ്. അതായത് ഞാൻ ഇതിൽ കളി തുടങ്ങുമ്പോൾ ഒരാൾ വേറൊരാളെ ഇടിക്കും. ആ ഇടി പെയിൻഫുൾ ആയിട്ടുള്ള ഇടിയല്ല, നമുക്കത് വിഷ്വലൈസ് ചെയ്യാനുള്ള രസത്തിനാണ്. അപ്പോൾ ഈ ഇടി കിട്ടിക്കഴിഞ്ഞാൽ 30 സെക്കൻഡിനുള്ളിൽ മറ്റേ ആൾ ഇടിക്കണം. റൂൾ ഇതാണ്, നിനക്കൊരു ഇടി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 സെക്കൻഡ് കഴിയുമ്പോൾ നീ ഒരു ഇടി ഇടിക്കണം. ആ റൂളിൽ ആരെ ഇടിക്കണം എന്ന് പറയുന്നില്ല. ഓക്കെ, ഇതാണ് റൂൾ. ഈ ഇടി പെയിൻഫുൾ അല്ല, ഇത് ചെയ്യുന്ന ആൾക്കാർ തളരില്ല എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ കളി തുടരുമ്പോൾ ടൈം ഓൺ ആകുമ്പോഴത്തേക്കും ആളുകൾ ഒരാൾ ഇടിക്കുന്നു, 30 സെക്കൻഡ് അയാൾ തിരിച്ചിടിക്കുന്നു, 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇയാൾ അങ്ങോട്ട് ഇടിക്കുന്നു. ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ഈ സീനിലേക്ക് വരികയാണ്. അയാൾ ഇവരെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്താണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം. ഇവർക്കിടയിൽ 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു സിറ്റുവേഷൻ ആയിരിക്കും, അവിടെ 3 പേരുണ്ട്, റൂൾ സെയിം ആണ്. അപ്പം കളി തുടങ്ങുമ്പോൾ ഒരുത്തൻ ആരെങ്കിലും ഇടിക്കും, അവൻ 30 സെക്കൻഡ് കഴിയുമ്പോൾ വേറെ ആളെ ഇടിക്കണം. അത് ഈ ആളിനെ ആവാം, മറ്റേ ആളിനെ ആവാം. അപ്പൊ അവൻ ഇടി കിട്ടി, അവൻ 30 സെക്കൻഡ് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ഇടിക്കും. കുറെ കഴിയുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചോണ്ടിരിക്കും. അപ്പൊ ഒരാൾ കാണുമ്പോൾ നേരത്തെ കാണുന്ന പോലെ ഇത് സിമ്പിൾ അല്ല, ഇത് കാഴ്ചക്ക്, കാരണം 3 പേരുണ്ട്. പക്ഷെ റൂൾ സെയിം ആണ്, മാറിയിട്ടില്ല. അപ്പൊ പക്ഷെ എന്നാലും നമ്മൾ കുറച്ചു നേരം നോക്കി നിന്നാൽ മനസ്സിലാവും ഇവർ ഇതാണ് പാറ്റേൺ. ഇവിടെ ഒരു 100 പേരുണ്ടെന്ന് വെച്ചോളൂ, റൂള് മാറുന്നില്ല. നമ്മളൊരു അരമണിക്കൂർ കഴിയുമ്പോൾ അവിടെ കൂട്ട ഇടിയായിരിക്കും കാണുന്നത്. പക്ഷെ ഒരാൾ വന്ന് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ഇത് എന്ത് റൂളാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് പിടികിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ് റൂളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആണ്. നമ്മൾ സയൻസ് ആക്ച്വലി ചെയ്യുന്നത് ഈ കാക്കഫോണിക്കായിരുന്നു ഈ റൂൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫണ്ടമെന്റലി നമ്മൾ ചെല്ലുമ്പോൾ ബേസിക്കലി അത് വർക്ക് ചെയ്യുന്നത് ചില സിമ്പിൾ റൂൾസ് ആണ്. നമ്മൾ സിമ്പിൾ ഇത് ഇൻവൈറ്റൊക്കെ എല്ലാവർക്കും ഒരുപോലെ സിമ്പിൾ ആണെന്ന് തോന്നുന്നത്. നമ്മൾ സിമ്പിൾ എന്ന് പറയുന്നത് അതിനകത്തുള്ള ബേസിക് അസംഷൻ്റെ എണ്ണം ഒക്കെ വെച്ചിട്ടാണ്. പാരാമീറ്റേഴ്സിന്റെ എണ്ണം, കോംപ്ലക്സിറ്റി തീരുമാനിക്കുന്ന അതിനകത്ത് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന്. കൂടുതൽ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം. അപ്പോൾ ഇവിടെ സിമ്പിൾ റൂൾസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഞാനിത് ഡയറക്റ്റ് ഇതിനകത്തൊരു എക്സ്പ്ലനേഷൻ ആയിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ടെൻഡൻസി പാറ്റേൺ കാണുമ്പോൾ ഒരു ഏജൻസി ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനകത്തുള്ള എഫർട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഈ പാറ്റേൺ ഒരാൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നല്ല എഫർട്ട് ഉണ്ട്. അപ്പോൾ അത് നല്ല കിടിലമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയാണെങ്കിൽ ചിന്തിക്കാനുള്ള ടെൻഡൻസി നമുക്ക് വന്നേക്കാം. അപ്പോൾ ആ സെൽഫ് ഓർഗനൈസേഷൻ ഒക്കെ അല്ലാതെ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്നുകൂടി നമ്മൾ അറിയേണ്ടത് ഇതിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ സിമ്പിൾ റോൾസിനകത്തൊരു ഇന്റലിജൻസ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ റെഗുലാരിറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. വി നോ ദാറ്റ് ദർ ആർ സം റെഗുലാരിറ്റീസ് ഇൻ ദ യൂണിവേഴ്സ്. വി ഡോണ്ട് നോ വെദർ സംബഡി ക്രിയേറ്റഡ് ഇറ്റ് ആൻഡ് വി ഡോണ്ട് നോ വെദർ ഇഫ് സംബഡി ക്രിയേറ്റഡ് ഇറ്റ് ഹൂ ഇസ് ഇറ്റ്. നമുക്കത് അറിയില്ല. നമ്മൾ ഒരാൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പോയിന്റ് ചെയ്തത്. അതായത് നമ്മളൊരു ഇത് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളുണ്ട്, നമുക്ക് അറിയില്ല. ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഒരാൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് പിന്നെ സ്പെക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. സോ അത് നമുക്ക് ആക്സസ് ഇല്ലാത്ത ഇൻഫർമേഷൻ ഉണ്ട്. നേരത്തെ അശ്വ സംസാരിച്ചപ്പോൾ ദ പേഴ്സൺ ഏജന്റ് ചൂസസ് ടു റിവീൽ എന്നൊരു വാക്ക് പറഞ്ഞു. അതായത് അത് ശരിക്കും നമുക്ക് ഈ നമ്മുടെ പ്രശ്നം എന്താണ്, ഇത് ഇങ്ങനെ ഒരു ഇന്റലിജന്റ് ക്രിയേറ്റർ ഉണ്ടെന്ന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ അഡീഷണൽ ആട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് ഇത്. അയാൾക്ക് റിവീൽ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ അതെല്ലാം ബേസ്ലെസ് ആണ്. കാരണം അതിനകത്ത് നമുക്കൊന്നും സോളിഡ് ആയിട്ട് ഒന്നുമില്ല. നമ്മൾ അതിലേക്ക് പിന്നെ നമുക്ക് കംഫർട്ടിങ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് പറയത്തില്ലേ, വളരെ ബെനിവലന്റ് ആയിട്ടൊരു ഗോഡ് ഉണ്ട്, നമുക്ക് കംഫർട്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആണത്. വി നെവർ ആട്രിബ്യൂട്ട് സംവൺ ആസ് എ creator who is cruel
or something. കാരണം ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഐഡിയ ടു പ്രോസസ്. അത് നമുക്ക് ഒരു രീതിയിലും കംഫർട്ടിംഗ് ഉള്ള ഒരു ഐഡിയ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് അത് വെദർ ഇറ്റ് ഈസ് കംഫർട്ടിംഗ് ഓർ നോട്ട്, ആട്രിബ്യൂട്ട്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഞാനും ആശ്വസിച്ച് തമ്മിലുള്ള വ്യത്യാസം, യു നീഡ് ദാറ്റ് ഹൈപ്പോത്തസിസ്, ഐ ഡോണ്ട് നീഡ് ദാറ്റ് ഹൈപ്പോത്തസിസ്. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് ഒരേ കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. ഡു യു തിങ്ക് ദാറ്റ് there is some outside agency beyond the scope of the existing rules of the universe, that person chooses to reveal some secrets to you and not to me? അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആണ് പറയുന്നതെങ്കിൽ ഓക്കെ. അവിടെ എനിക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ അതായത് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറയുന്നത് ദ സിമ്പിൾ explanation is a designer. You don't have to talk about, അതായത് the question, ഞാൻ ആ എക്സാമ്പിൾ എടുത്തത്, ഈ ഗാർഡൻ നനഞ്ഞു കാണുവാണെങ്കിൽ 2 ബക്കറ്റ് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് സഫൈസ് ടു സേ ഒരാളാണ് ഇത് ചെയ്തതെന്ന്, ദാറ്റ് ഈസ് ഇനഫ്. അത് ആരാണ്, അത് ജെൻഡർ എന്താണ്, റിഗാർഡ്ലെസ് ഓഫ് ദി ആട്രിബ്യൂട്ട്സ്, ദി ആക്ട് ഈസ് an act of intelligence. That's number one. മറ്റ് ഹ്യൂമൻസിന് ഇപ്പോൾ ഉദാഹരണത്തിന് പല മോണോതീസത്തിലും പല ദൈവങ്ങൾക്കും ക്രൂവലായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പം അത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം ഫോർ എക്സാമ്പിൾ അത് ആക്ച്വലി ഒരു തിയോളജിക്കൽ വിഷയമായിരിക്കും. ഒന്ന് ഇപ്പം ഹ്യൂമൻ മൈൻഡ് ഇൻവെൻറ്റ് ചെയ്യുന്നൊരു ദൈവത്തിന് ട്രയൂണായിട്ട് നിൽക്കേണ്ടതോ അല്ലെങ്കിൽ ഹോളി ആയിട്ട് നിൽക്കേണ്ടതോ ഒരു ആവശ്യമില്ല. എൻ്റെ സകല നന്മയ്ക്കും കൂട്ടി നിൽക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് ഇൻവെൻറ്റ് ചെയ്താൽ മതി. സോ അതാണ് നമ്മൾ പലപ്പോഴും പോളിതീയസ്റ്റിൽ കാണുന്നത്. ഇനി കമ്മിങ് ടു പാറ്റേൺ, അവിടെ ഈ പ്രശ്നമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പാറ്റേൺസ് ഉള്ളത് കൊണ്ട് മാത്രം ഇതൊരു ഡിസൈനിലേക്ക് പോയിന്റ് ചെയ്യുന്നതല്ല. പാറ്റേൺസ് ഇപ്പോൾ നമ്മൾ സാൻഡ് ഡ്യൂൺസ് കണ്ടാലും അല്ലെങ്കിൽ നമ്മളൊരു റോക്ക് ഫോർമേഷൻ കണ്ടാലും ഇത് പാറ്റേൺസ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഇൻ്റലിജൻസ് ഹ്യൂമൻ മൈൻഡിനുണ്ട്. പക്ഷെ നമ്മൾ ഇൻഫർമേഷൻ കണ്ടാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ്റലിജൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചൊവ്വയിലേക്ക് പോകുമ്പോൾ അവിടെ വെൽക്കം ടു മാർസ് ആശിഷ് നില, ദാറ്റ് ഈസ് എൻ ഇൻഫർമേഷൻ. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ, വളരെ സിമെട്രിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ, ഒരു സർക്കിൾ പോലും അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹണികോപ്പ് സ്ട്രക്ചർ പോലെ അവിടെ ഉണ്ടെങ്കിൽ, വി ആർ നോട്ട് ഗോയിങ് ടു അസ്യൂം ദാറ്റ് നെസസറിലി അസ്യൂം ദാറ്റ് അത് ഒരു ഇൻ്റലിജൻസ് സൃഷ്ടിച്ചെന്ന് നിർബന്ധമില്ല. പക്ഷേ അവിടെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് ദർ ഇസ് എൻ ഇൻഫർമേഷൻ, അത് തന്നെയാണ് ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, വി ആർ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. പക്ഷേ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ദർ ഈസ് നമ്പർ കൊണ്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ മില്യൺസ് ഓഫ് information in ourselves. That information cannot come from randomness. Randomness can form patterns. അപ്പം സാറ് പറഞ്ഞ എക്സാമ്പിളിനകത്തും ഈ അവിടെ ഒരു ഇൻഫർമേഷൻ ഫീഡ് ഇൻ ചെയ്യുന്നുണ്ടല്ലോ. നീ എന്നെ ഒരു ഇടി ഇടിക്കുമ്പോൾ നമ്മൾ ശരിക്കും കളിച്ചിട്ടുള്ള കളിയാണ് ഡാൻസ് എന്ന് പറഞ്ഞ്, അറിയാം, എനിക്കറിയില്ല, ഇറ്റ്സ് പോപ്പുലർ ഉണ്ടാവും. ഈ കൈ വെച്ചിട്ട് എല്ലാവരും കൂടെ കൈ വെച്ചിട്ട് ഒരേ കൈയുടെ മണ്ടേ അടിച്ചടിച്ചിങ്ങനെ. എനിവേ ഞാൻ പറഞ്ഞത് അവിടെ നമ്മളൊരു ഒരു അൽഗോരിതം ഫീഡ് ഇൻ ചെയ്യുന്നുണ്ട്. അതായത് ദിസ് ഈസ് ദ റൂൾ. ആ റൂൾ ഫോളോ ചെയ്യുമ്പോഴത്തേനാണ് ഈ ഒരു പാറ്റേൺ എമർജ് ആയി വരുന്നത്. അത് ഈ നേച്ചറിൽ നമ്മളിപ്പോൾ തേനീച്ച കൂട് പണിയുമ്പോഴും അതിനെ റൂൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ഹ്യൂമൻ വൊക്കാബുലറിയുടെ പരിമിതിയാണ്. കാരണം നമുക്ക് പരിചയമുള്ള റൂൾസ് എല്ലാം നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. അല്ല, റൂൾസ് എന്ന് നമ്മൾ സയൻസിൽ വിളിക്കുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് അന്നത്തെ കാലത്തെ സയന്റിസ്റ്റുകൾ ശരിക്കും വിചാരിച്ചത് അവരുടെ ഒരു ഫിലോസഫി ആ വാക്ക് ഉപയോഗിക്കുന്നത് ലോ, കൺവെൻഷനലി ലോ എന്നോ റൂളെന്നോ തിയറമെന്നോ ഒക്കെ പറയുന്നതെല്ലാം ആ ഒരു അർത്ഥത്തിൽ. അതായത് ബേസിക്കലി there are regularities in the universe. We are damn sure that there are regularities in the universe. But സെയിം ആർഗ്യുമെന്റ് ആണ് ഞാൻ പിന്നെയും പറയുന്നത്. കാരണം അതൊരാൾ ക്രിയേറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ഏജന്റ് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് നമുക്ക് ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. അത് ആണ് എന്നും അല്ല എന്നും വാലിക്കും. രണ്ടുപേരുടെയും കയ്യിലുള്ള തെളിവ് സെയിം ആണെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് ഇനി ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നത് വി ഹാവ് ഇനഫ്, അതായത് നമ്മുടെ കയ്യിൽ ഇനഫ് ഉണ്ട് ടു ഡെഡ്യൂസ് ദാറ്റ് ഇറ്റ് ഇസ് എ ഡിസൈനർ. ഒരു ഏത്തിസ്റ്റിക് യൂണിവേഴ്സിൽ അത് പോസിബിൾ ആണ്. കാരണം ഏത്തിസ്റ്റിക് യൂണിവേഴ്സിൽ കംപ്ലീറ്റ് റാൻഡംനെസ് ഇങ്ങനെ നമ്മൾ ആകണമെന്ന് യാതൊരു, ഐ തിങ്ക് ഒന്നുമില്ല എങ്കിൽ ദാറ്റ് ഇസ് എ മോർ പ്രോബബിൾ ഏത്തിസ്റ്റിക് യൂണിവേഴ്സ് കാനോട്ട് ബി ഏത്തിസ്റ്റിക്. പീപ്പിൾ അല്ല, ഏത്തിസ്റ്റിക് ഒരു ഡിഫറൻസ് ഉണ്ട്. ഐ തിങ്ക് ഞാൻ ലോഡഡ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഏത്തിസ്റ്റിക് യൂണിവേഴ്സ് ഞാൻ പറയുന്നത് ഏത്തിസ്റ്റിന്റെ കാഴ്ചപ്പാടിലുള്ള യൂണിവേഴ്സ്, അതായത് റാൻഡം ആയിട്ട് എല്ലാം നടക്കുന്ന യൂണിവേഴ്സിൽ ലൈഫ് തന്നെ
എന്റെ പോസിബിലിറ്റി ഇല്ല. ആസ് എൻ എത്തീസ്റ്റ് എന്റെ കാഴ്ചപ്പാടിലെ യൂണിവേഴ്സ് ആണ് റാൻഡം ആയിട്ട് എന്ത് നടക്കുന്ന യൂണിവേഴ്സ് അല്ല. ഞാൻ അതായി റെഗുലാരിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതാ ഈ എത്തീസ്റ്റിക് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലെ ഒരാള് ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന ആളുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാള്, അത് എന്റെ സെയിം പ്രോബ്ലം ആണ് ഞാൻ പിന്നെ പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ഈ പാറ്റേൺസ് എല്ലാം ഒരാൾ പാറ്റേൺസ് വാക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ല, സപ്ലിമെന്ററി ആയിട്ട് ഞാൻ പറഞ്ഞത് ഈ റെഗുലാരിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ സോ കോൾഡ് ലോസ് എന്ന് വിളിക്കുന്ന യൂണിവേഴ്സിലെ റെഗുലാരിറ്റീസ് ഒരാൾ ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അതാണോ അല്ലേ എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതാണ് എന്ന് പറയുമ്പോൾ കുറേയേറെ പുതിയ പ്രോബ്ലംസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ then we are creating exceptions for that laws of nature as we understand right now. No, there is no interaction. But when we are talking about laws of nature, it is only about material, അല്ലേ? അതായത് മെറ്റീരിയലിസ്റ്റിക് യൂണിവേഴ്സിലുള്ള, അതായത് സംതിങ് ദാറ്റ് വി ക്യാൻ ക്വാണ്ടിഫൈ. ഇപ്പം ഞാൻ പറയുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ഐ ആം എൻ ഓത്തർ ഓഫ് എ ബുക്ക്. ഇപ്പം ഷേക്സ്പിയർ ഹാംലെറ്റിനകത്തൊരു ക്യാരക്ടർ ആണോന്നില്ല. ഷേക്സ്പിയർ ഈസ് സംബഡി ഈസ് ഔട്ട്സൈഡ്. ഈ എക്സാമ്പിളിലൊക്കെ എല്ലാം ഉള്ള പ്രശ്നം ഷേക്സ്പിയർ ഈസ് ഹാംലെറ്റ് യൂണിവേഴ്സിനകത്താണ്, ഷേക്സ്പിയർ യൂണിവേഴ്സിനകത്താണ്, ഷേക്സ്പിയറിന്റെ അച്ഛനും അമ്മയും യൂണിവേഴ്സിന്റെ അകത്താണ്, ഷേക്സ്പിയർ ജീവിച്ച രാജ്യം ഈ യൂണിവേഴ്സിനകത്താണ്, ഷേക്സ്പിയർ ജീവിച്ച പ്ലാനറ്റ് യൂണിവേഴ്സിനകത്താണ്. ബട്ട് വാട്ട് ഇഫ് ഹാംലെറ്റ് ആസ്ക്സ് എവിടാണ് എന്റെ ഓത്തർ? നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവാണല്ലോ ചിന്തിക്കുന്നത്. ഷുവർ, പക്ഷെ അപ്പോഴും യു ക്യാൻ എക്സ്ട്രാപോലേറ്റ് ദ ലോസ് ഓഫ് നേച്ചർ ടു എനി എക്സ്റ്റെന്റ്. ഫിസിക്സിന് അറിയാവുന്ന എല്ലാ എക്സ്റ്റെന്റിലേക്ക് ഈ ലോസ് കൊണ്ടുവരാൻ പറ്റും. ഹാംലെറ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്യാരക്ടർ ആണെന്ന് മറന്നിട്ട് അയാൾ ചോദിക്കുകയാണ് ഹൂ ഇസ് മൈ ക്രിയേറ്റർ എന്ന് ചോദിച്ചാൽ ഓക്കെ ഷേക്സ്പിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ക്രിയേറ്റഡ് ഷേക്സ്പിയർ? ഹൗ ഡിഡ് ഷേക്സ്പിയർ കം ടു എക്സിസ്റ്റൻസ്? ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലെങ്കിലും ഹാംലെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ ഷേക്സ്പിയർ ക്രിയേറ്റർ ആണെന്നുള്ളത് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. നമ്മൾ സയൻസിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഒബ്ജക്ടിവിറ്റി ആണ്. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻഡിപെൻഡന്റ് ഓഫ് പെർസെപ്ഷൻസ്. അത് എത്രത്തോളം സാധ്യമാകാൻ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറെ. നമ്മൾ രണ്ടുപേരും ഒരേ യൂണിവേഴ്സിലാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ രണ്ടുപേരും ഒരേ കാര്യത്തെയാണ് യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ദ സെയിം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലേ? എന്നാലും നമുക്കത് പരസ്പരം സംസാരിച്ചിട്ട് കാര്യമുള്ളൂ യൂണിവേഴ്സ് എന്ന് കഴിയും. അപ്പൊ അതുകൊണ്ട് ഹാംലെറ്റ് എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. വേറൊരാൾ ചോദിക്കുകയാണ് എന്നെ ആര് ക്രിയേറ്റ് ചെയ്തു, വേറൊരു ക്യാരക്ടർ ചോദിക്കുകയാണ്, ഹക്കിൾ ബറീഫിനും ചോദിക്കുകയാണ്, അത് ചോദിക്കുകയാണ്. അപ്പൊ അപ്പോഴും ആട്രിബ്യൂട്ട് എവിടെ എത്തും? മാർക്ക് ട്വെയിൻ എന്നൊരാളും ഷേക്സ്പിയർ എന്നൊരാളും ദേ ലിവ്ഡ് ഡിഫറെന്റ് സ്പേസ് ടൈം, രണ്ട് കാലങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ ജീവിച്ചു എന്ന് കരുതിക്കോളൂ. അപ്പോഴും ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ സെയിം യൂണിവേഴ്സ് ദാറ്റ് ഈസ് 13.8 ബില്യൺ ഇയേഴ്സ് ഓൾഡ്. ഞാനൊരു അനർജി ആയിട്ട് യൂസ് ചെയ്ത് റിഗാർഡ്ലെസ് നമുക്ക് ഈ ക്രിയേറ്റർ ഹൂ ക്രിയേറ്റഡ് ദ ക്രിയേറ്റർ, അത് ആക്ച്വലി സാറേ അതൊരു ആക്ച്വലി ഇറ്റ്സ് എ വെരി ഫ്ലോഡ് ക്വസ്റ്റ്യൻ. ഞാൻ അതിലേക്ക് കാരണം പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളു, റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ റിഗാർഡ്ലെസ് ദാറ്റ് ഈസ് എ മോർ വാലിഡ് ഹൈപ്പോത്തസിസ്. കാരണം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇതാണ്. ഐ തിങ്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ആരാണ് ഗാർഡൻ നനച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും യു ക്യാൻ എഗ്രി ദാറ്റ് അതൊരു ആളായിരുന്നു, അതൊരു ഓൾസോ എഗ്രി ദാറ്റ് ദ സെയിം പേഴ്സൺ ഓർ ഏജന്റ്, അത് ഒരു ചിമ്പാൻസിയെ കൊണ്ട് ഒരാൾ ചെയ്യിച്ചാണെങ്കിൽ പോലും that person and the body and the thought process everything obey the same laws of physics we know right now. അത് ഷുവർ ആയിരിക്കും. ഞാനൊരു അനർജി ആയിട്ടില്ല, ഐ ഡോണ്ട് കണക്ട്. അത് എങ്ങനെയാ സാർ ഇതിനെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ പറയുന്നത്, ഈ ഗാർഡൻ നനച്ചത് നമ്മളൊരാളാണ് ചെയ്തത്, നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമുക്ക് തെളിവുകളൊന്നുമില്ല. ഈ ഒരു തെളിവ് അല്ല, ഡയറക്റ്റ് ആക്സസ് ഉള്ള കാര്യമല്ല അത്. അങ്ങനെയുള്ള സയൻസ് വർക്ക് ചെയ്യുന്നത്. വി ആർ വർക്കിംഗ് ഓൺ ഇൻഫറൻസ്. ഞാൻ സെയിം പറയാം. ആ ഇൻഫറൻസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് നമ്മൾ കണ്ടിട്ടല്ല പറയുന്നത്. പക്ഷെ ഇതാണ് മോസ്റ്റ് പ്രോബബിൾ ഹൈപ്പോത്തസിസ് എന്ന് നമ്മൾ അറിയുമ്പോഴും അണ്ടർലൈങ് ഇംപ്ലിസിറ്റ് അസംഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി എ റിയൽ പേഴ്സൺ. അത് അല്ലാതെ മറ്റേ ഗന്ധർവൻ വന്ന് ചെയ്തു എന്ന് നമ്മൾ പറയില്ല. ദാറ്റ് ഷുഡ് ബി എ റിയൽ പേഴ്സൺ. ദാറ്റ് പേഴ്സൺ നീഡ് ഹാവ് എന്തെങ്കിലും ഒരു കണക്ഷൻ അയാൾക്ക്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഇത് നനയ്ക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മാനസികമായി ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർ അയാൾ ആവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒരു ഒഴിച്ചേക്കാം. ഇങ്ങനെയുള്ള പോസിബിൾ എക്സ്പ്ലനേഷൻസ് ഒരുപാട്. ഇതെല്ലാം വിത്തിൻ സ്കോപ്പ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്, ലോസ് ആണ്. പക്ഷേ യൂണിവേഴ്സിലേക്ക് ഈ സംഗതി കൊണ്ടുവരുമ്പോൾ നമ്മൾ യൂണിവേഴ്സിന്റെ ലോസിന് വെളിയിലാണ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. കറക്റ്റ്. വെളിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിലവിലുള്ള ലോസിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന എന്തൊക്കെയോ അവിടെ ഉണ്ടാവണം, എന്നാലേ വെളിയിലാവൂ. ദെൻ ഹൗ ഡസ് ദ തിങ് ഇന്ററാക്ട്? ഞാൻ പറയുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഡസ് ദിസ് സോ കോൾഡ് ക്രിയേറ്റർ, വാട്ട് ഈസ് ദ മെക്കാനിസം ഇൻ വിച്ച് ദ ക്രിയേറ്റർ വർക്ക്സ്? ഞാൻ ക്രിയേറ്ററിനെ കുറിച്ച് ചോദിക്കുന്നില്ല. ഫ്ലോഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വിടാം. ക്രിയേറ്റർ ഫ്ലോഡ് ക്വസ്റ്റ്യൻ ആകുന്ന എന്തുകൊണ്ടാണ്? ഈ ലോസ് ബാധകമല്ല, അല്ലെങ്കിൽ ഈ ലോജിക്കൊന്നും അവിടെ ചിന്തിക്കില്ല എന്നുള്ളിടത്താണ് ഫ്ലോഡ് അറിയാൻ വരാകുന്നത്.
അപ്പോൾ ലോസ് ബാധകമല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് നോൺ ലോസ് ക്യാൻ ബി വയലേറ്റഡ്. ലോസ് ഓഫ് ഫിസിക്സിന്റെ പ്രശ്നം എന്താണ്? അവിടെ ഫിസിക്സ് ഇല്ലല്ലോ. ഇഫ് ഇറ്റ് ഇസ് സംതിങ് ഔട്ട്സൈഡ് ദ യൂണിവേഴ്സ് ഇറ്റ് ഇസ് നോട്ട് ഫിസിക്സ്. നമ്മൾ ലോസ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് they are called universal laws because it should be applicable to every nook and corner of the possible existence. അതാണ് That is the basic idea behind the idea. ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്സ് ഇസ് എക്സിസ്റ്റൻസ് അല്ലേ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ എ ഫിസിക്കൽ സെൻസ്. ഞാൻ ഫിസിക്കലിനെ കുറിച്ചുമല്ല പറയുന്നത്, ബട്ട് the regularities, the laws that should be applicable there. ഈ മാത്തമാറ്റിക്സിന്റെ ലോസ് അല്ല യൂണിവേഴ്സിന്റെ ഏത് കോർണർ അല്ല, ഞാൻ പറയുന്നത് ഫിസിക്സിന്റെ ലോസ് മാത്തമാറ്റിക്സിൽ ഫിസിക്സ് ഫംഗ്ഷൻ ആകാൻ വേണ്ടി തന്നെ മാത്തമാറ്റിക്സ് പ്രീസപ്പോസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അതൊരു പ്രീസപ്പോസിഷൻ. വി അസ്യൂം ദാറ്റ് മാത്തമാറ്റിക്സ് ഇസ് ട്രൂ ആൻഡ് therefore we നമ്മൾ ആദ്യം പറഞ്ഞു അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റാതെ വരും. അതെ, കാരണം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ദർ ഇസ് എ ഷെയർഡ് റിയാലിറ്റി എന്ന് പറയുന്നതാണ് എല്ലാ ആർഗ്യുമെന്റ്സിന്റെയും ബേസിക് അസംഷൻ. അല്ലെങ്കിൽ ഞാനും നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് റിയാലിറ്റി എന്ന് വിളിക്കുന്നെങ്കിൽ നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് മുഴുവൻ ഗിബറിഷ് ആണെന്ന് പറയേണ്ടി വരും. അങ്ങനെ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇത് പുതിയ ക്വസ്റ്റ്യൻസ് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഹൈപ്പോത്തിസിസ് എന്നെ സംബന്ധിച്ച് നീഡഡ് അല്ലാതാകുന്നത്. ഐ ഡോണ്ട് ഫൈൻഡ് എനി ഇൻഡിക്കേഷൻസ് ടു ബ്രിങ് ഇൻ സച്ച് ആൻ ഓഫ് കോഴ്സ് ദർ ഈസ് എ ഗ്യാപ്പ്. അതിനകത്ത് ഞാൻ കംഫർട്ടബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് വിഷയം. അതായത് ആ ലോസ് ഉണ്ടാക്കിയതാണോ ഉണ്ടാക്കിയെങ്കിൽ ഈ കാര്യങ്ങൾക്കുള്ള ഉത്തരം എനിക്കറിയില്ല. അല്ല, അവിടെ ഗ്യാപ്പ് നമ്മൾ രണ്ടുപേരും കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് പറയുന്നത് ഈവൻ ദോ ഐ ഡോണ്ട് നീഡ് ദാറ്റ് ഹൈപ്പോത്തിസിസ്. അത് പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന പ്രോബ്ലം. പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. നമ്മുടെ ലോസ്, ഈ നിൽക്കുന്ന ലോസിന് വെളിയിലുള്ള പുതിയ കാര്യങ്ങൾ. അപ്പോൾ ഈസ് ഇറ്റ് എ യൂണിവേഴ്സ്, ഓർ ഈസ് ഇറ്റ് എ യൂണിവേഴ്സ് ഇൻ ഇറ്റ്സ് ഓൺ കൈൻഡ്, ഓർ ഈസ് ഇറ്റ് അനദർ ബിഗർ മെറ്റാ യൂണിവേഴ്സ്, അങ്ങനെയൊക്കെയുള്ള പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നു. സോ ഐ ചൂസ്. So unless I have a reason to bring in that idea, let us keep that thing there. അവിടെ ആശിഷിനെ എനിക്കൊണ്ട് നമ്മുടെ ഒരു ടൈം ചെക്കിന് സമയമായി. we can continue ഇനി കുറച്ചധികം We are questions never ഉണ്ട്. going to come to the same answer. Of course. ഒത്തിരി ക്വസ്റ്റ്യൻസ് Because we have different പെർസ്പെക്റ്റീവ് ആൻഡ് വ്യൂസ്. ഒത്തിരിയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആശിഷിന് ഫൈനലായിട്ട് ഒരു വാക്ക് പറഞ്ഞ് ഇതിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഉണ്ടോ? യു ഹാവ് എനിത്തിങ് ടു സേ? നോ, എനിക്ക് തോന്നുന്നു ഐ തിങ്ക് സാറ് പറയുന്നതിനകത്ത് എനിക്കൊരു കാര്യം മാത്രമേ പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇത് സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വാലിഡ് ക്വസ്റ്റ്യൻ. ആരാണ് ഡിസൈനർ, എന്താണ് ആ ഡിസൈനറിൻ്റെ അട്രിബ്യൂട്ട്സ്, ആ അട്രിബ്യൂട്ട്സ് കോൺട്രാഡിക്റ്റ് ആവുന്നുണ്ടോ? പക്ഷെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, അത് വാലിഡ് ക്വസ്റ്റ്യൻസ് ആകുമ്പോഴും അതിൻ്റെ സ്ഫിയർ ഈസ് നോട്ട് ഇൻ ഫിസിക്സ്. അതൊരു മറ്റൊരു സ്ഫിയറിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ടൂൾസ് അതിനുള്ള അപ്രോച്ച് ഇസ് ദെയർ. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സാറിന് ടൈം ഉണ്ടെങ്കിലും നമുക്ക് റിസോഴ്സസ് ഉണ്ടെങ്കിലും വീണ്ടും if it's possible we can discuss. But നമ്മൾ when you look at the universe you see regularities. നമ്മൾ regularities കാണുന്നു, ഈ ഫൈൻ ട്യൂണിങ്സ് കാണുന്നു, ഈ മറ്റ് ഫിസിക്കൽ ലോസിൻ്റെ നെസസിറ്റി കാണുന്നു, ലൈഫ് കാണുന്നു, ഇൻഫർമേഷൻ കാണുന്നു. ഇൻഫർമേഷൻ ഇല്ലാതെ ലൈഫില്ല. തീർച്ചയായിട്ടും ഇത് പോയിന്റ് ചെയ്യുന്നത് ദാറ്റ് ഇറ്റ് ഈസ് മോർ പ്രോബബിൾ, ഇങ്ങനെ ഒരു യൂണിവേഴ്സ് മോർ പ്രോബബിൾ ആകുന്നത് തീർച്ചയായിട്ടും ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആയിട്ടുള്ളൂ. ഐ തിങ്ക് ആസ് എ ക്ലോസിംഗ് റിമാർക്ക്. ഓക്കെ. സോ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു നമ്മളെല്ലാം കേട്ടതിനകത്ത്. രണ്ട് വ്യൂ നമ്മൾ കേട്ടത്, തിയസ്റ്റിക് വ്യൂവും കേട്ട് എത്തിസ്റ്റിക് വ്യൂവും കേട്ട് അബൌട്ട് ഫൈൻ ട്യൂണിങ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഡിസൈൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒത്തിരി ചോദ്യം ശരിക്കും ചോദിക്കേണ്ടതുണ്ടായിരുന്നു, പക്ഷേ സാറിൻ്റെ തിരക്കും ഒക്കെ കാരണം നമ്മൾ ഇനിയൊരു സെഷനിൽ സാറുമായിട്ട് നമ്മൾ ഇരിക്കുന്നതാണ്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ സാർ. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ഇനിയും നമ്മുടെ മനസ്സിലുള്ള കുറേ ചോദ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് കേൾക്കേണ്ടതാണ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അതോടൊപ്പം തന്നെ വശാൻ സാർ വന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ദ ഷോ. ആശിഷും നമ്മളോടുണ്ടായതിന് ഒത്തിരി താങ്ക് യു. സോ ഗ്രേസൽസിൻ്റെ പുതിയ കോൺവെർസേഷണൽ ടോക്സുമായിട്ടും സീരീസുമായിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരും. അപ്പോൾ വാച്ച് ഔട്ട് അവർ സ്പേസ്. കർത്താവ് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.